ശരി, ദൈവവചനത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കഴിഞ്ഞ സോദരം ദിവസം നമ്മൾ ദൈവത്തിന് എത്ര കോടതി ഉണ്ടെന്ന് പഠിച്ചു. 3. ഒന്നാമത്തെ കോടതി, അതിൻ്റെ പേരെന്തുവാ? ക്രിസ്തുവിൻ്റെ ന്യായാസനം. എവിടെയാണത് കൂടുന്നത്? സ്വർഗത്തിൽ. അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ആരൊക്കെയാണ്? എന്ന് പറയണ്ട, വിശുദ്ധന്മാർ. ടോട്ടലി വിശുദ്ധന്മാർ. ശരി, രണ്ടാമത്തെ കോടതി കൂടുന്നത് എവിടെയാ? ഭൂമിയിലാണ്. എവിടെയാണ്? യഹോശാഫാത്ത് താഴ്വര. അത് ആരെ വിധിക്കാൻ വേണ്ടിയാണ്? ജാതികളെ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരെ വിധിക്കുന്ന കോടതി. മൂന്നാമത്തെ കോടതി വെള്ളസിംഹാസന കോടതി. വലിയൊരു വെള്ളസിംഹാസനം. അവിടെ ആരൊക്കെ കൂടും? മരിച്ചുപോയ ആബാലവൃദ്ധമാണ്. അപ്പോൾ എല്ലാവരും ആയല്ലോ. സ്തോത്രം. പിന്നെ ഈ ഭൂമിക്ക് എന്തുണ്ട്? ന്യായവിധി ഉണ്ട്. എങ്ങനെ? ആകാശവും ഭൂമിയും തീയാൽ ചുട്ട് കരിക്കും, അല്ലെങ്കിൽ നശിപ്പിക്കും, ഭസ്മീകൃതമാക്കുമെന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ശരി, സ്തോത്രം. ആദ്യത്തെ കോടതി എടുക്കപ്പെട്ട സഭയോടുള്ള ബന്ധത്തിൽ. രണ്ടാമത്തെ കോടതി 7 വർഷത്തിനു ശേഷം മഹോദരത്തിൻ്റെ ഒടുവിൽ 1000 ആഴ്ചയുടെ മുൻപിൽ. അവസാനത്തെ കോടതി 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം, പുതിയ ആകാശ പുതിയ ഭൂമി സ്വർഗം ഇറങ്ങി വരുന്നതിന് മുമ്പ്. സ്തോത്രം. ശരി, ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയത് ദൈവമക്കളുടെ കോടതി തുടങ്ങിയിട്ടാണ്. മറ്റത് നമുക്ക് തൽക്കാലം വിടാം, അല്ലാതെ സമയം ഉണ്ടാവില്ല. നമ്മളാണല്ലോ അതറിയേണ്ടത്. സ്തോത്രം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 5:10. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കൃപയിൽ ഒരു ശ്രദ്ധിക്കണം. രക്ഷിക്കപ്പെടാത്ത കാലത്ത് സംഭവിച്ച ഒരു കാര്യങ്ങളും ഈ സമയത്ത് വിഷയമല്ല. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്നതിനു ശേഷം ആഴമായി ഗ്രഹിക്കണം. പിന്നെ നമ്മുടെ മരണമോ യേശുവിൻ്റെ വരവോ വരെയോ ഉള്ള സംഭവങ്ങളാണ് ഈ കോടതിയുടെ മുമ്പിൽ വരുന്നത്. സ്തോത്രം. അന്ന് ശ്രദ്ധിക്കൂ, എന്തിനൊക്കെ വിധി ഉണ്ടാകും. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ വരുന്നവരാരും ശിക്ഷിക്കപ്പെടുകയില്ല, നരകത്തിലും പോവുകയില്ല. മനസ്സിലാവുന്നോ? ഇവിടെ വരുന്നവർ ശിക്ഷിക്കപ്പെടുകയില്ല, നരകത്തിലും പോവുകയില്ല. എന്നാൽ അവിടെ നിൽക്കുമ്പോൾ സങ്കടം വരാവുന്ന കാര്യങ്ങൾ പലതും സംഭവിച്ചു എന്ന് വരാം. എന്തിനൊക്കെ വിധി ഉണ്ടാകും. ഒന്ന് ആഴമായി ഗ്രഹിക്കണം. ചിന്തകൾക്ക് വിധിയുണ്ടാകും. ചിന്തകൾക്ക്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 4:5. സമയത്തിനു മുമ്പേ ആരെയും ഒരു കാര്യത്തിലും ഒന്നിനെയും കുറിച്ച് വിധി പ്രഖ്യാപിക്കരുത്. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി. ശരി, നേരത്തെ ആരെയും വിധിക്കണ്ട. ബൈബിൾ പറയുന്നു, നിങ്ങൾ മറ്റൊരാളെ വിധിക്കരുത്, നിങ്ങൾ നിങ്ങളെ വിധിക്കണം. അവരവരെ വിധിക്കാനുള്ളൊരു മനസ്സ് ദൈവജനത്തിനുണ്ടാകണം. മറ്റൊരാളെ വിധിക്കാൻ എളുപ്പമാണ്, മറ്റൊരാളിൻ്റെ ദാസനെ വിധിക്കുവാൻ നീ
അവരവരെ വിധിക്കണം. എന്നാൽ ഇന്നലെ ഞാൻ പറഞ്ഞെന്നാണ് എൻ്റെ വിചാരം, ഒരാളുടെ ഭാഗത്തൊരു തെറ്റോ വീഴ്ചയോ കണ്ടാൽ ശരിയല്ലെന്ന് നിങ്ങളുടെ കണ്ണിനും മനസ്സിനും ബോധ്യപ്പെട്ടാൽ സ്നേഹത്തോടെ അവരോട് പറയണം. അത് ശരിയല്ല, ആ കാര്യം ശരിയല്ല, ആ ശബ്ദങ്ങൾ ശരിയല്ല, ആ പോക്ക് ശരിയല്ല എന്ന് പറയണം. ഏറ്റെടുക്കുന്നെങ്കിൽ ഏറ്റെടുക്കട്ടെ. ഇന്നത്തെ നമ്മുടെ മലയാളികളുടെ ഒരു കുഴപ്പം, ആരുടെയെങ്കിലും തെറ്റിനെ ബോധ്യപ്പെടുത്തിയാൽ അവരത് ഏറ്റെടുക്കില്ല, പകരം ന്യായീകരിക്കും. എനിക്കറിയാം, ഇത്തിരി വിശ്വാസികളുടെ മക്കളെ അവരുടെ ശരിയല്ലാത്ത ചില നടപ്പുകൾ, വീട്ടിലവർ നല്ലവരായിരിക്കാം, അവരായിരിക്കുന്ന മേഖലകളിൽ അവരുടെ സാമ്രാജ്യത്തിൽ അവരുടെ ശരിയല്ലാത്ത ചില കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷം അവരോടും ഗുണദോഷിക്കാറുണ്ട്, വീട്ടിലും ആ വിവരം പറയാറുണ്ട്. എന്നാൽ അതിനെ മറിച്ചും തിരിച്ചുമൊക്കെ പിള്ളേർ അവരോട് പറയും. അവർ പിന്നെ വേറൊരു തരത്തിൽ അതിനെ ആക്കിയെടുക്കും. പിന്നെ പറഞ്ഞ ഉപദേശിക്ക് കിട്ടുന്ന തലവേദനയ്ക്ക് കയ്യും കണക്കുമില്ല. അതുകൊണ്ട് ഈയിടെയായിട്ട് ഞാൻ അധികം പറയാറില്ല. എങ്കിലും ചിലത് പറയാതിരിക്കുന്നത് എങ്ങനെ? പക്ഷേ പറഞ്ഞു വിട്ടതെല്ലാം സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയാം, പിന്നെ അവരെ അനുഭവിച്ച് തീർത്തിട്ടുണ്ട്. ഒരു മോളുടെ കാര്യം ഞാൻ ഒരാളിനോട് പറഞ്ഞു, അവർ അംഗീകരിച്ചില്ല. അവൾ ഒരുവനുമായി രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് 2.5 വർഷം അപ്പൻ്റെയും അമ്മയുടെയും കൂടെ അവൾ താമസിച്ചു. ഇങ്ങനെ തുടങ്ങി പലതും. അതുകൊണ്ട് മക്കളായാലും മറ്റൊരാളായാലും ഒരു ദൈവദാസനോ ഒരു കൂട്ടസഹോദരനോ സഹോദരിയോ നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞു വരത്തി നാണം കെടുത്താനല്ല, നല്ല ഉദ്ദേശത്തോടെ ഒരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ എടുത്തു ചാടി ആ പറഞ്ഞവനെ അങ്ങ് കുഴിച്ചു മൂടാൻ നോക്കരുത്. അതിനകത്ത് വല്ല യാഥാർത്ഥ്യമുണ്ടോ എന്ന് മനസ്സിലാക്കി തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തിയാൽ അത് അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർക്കൊരു ഹല്ലേലൂയ പറയാം. അകത്തിരിപ്പുകളെ പുറത്തു കൊണ്ടുവരുന്ന സമയമാണത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പുറത്ത് കാണിക്കുന്നതല്ല പലരുടെയും അകത്തുള്ളത്. പുറത്തെ സംസാരം, പുറത്തെ ഇടപാടുകൾ, സ്നേഹപ്രദർശനം, കെട്ടിപ്പിടുത്തം. ചിലർ കെട്ടിപ്പിടിച്ചാൽ വിടൂല, ശ്വാസം പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ കവിളിൽ കടികൾ, ഒരുപാട് അഭ്യാസ പ്രകടനങ്ങൾ വിശ്വാസികളുടെ ഇടയിലുണ്ട്. സ്തോത്രം. ഇതിലൊന്നും കർത്താവ് പ്രസാദിക്കില്ല കേട്ടോ. നിന്റെ അകത്തിരിപ്പ് എങ്ങനെയുണ്ട്? ഈ കെട്ടിപ്പിടിക്കുന്നതിലും കവളയിൽ കടിക്കുന്നതിലും പറ്റുമെങ്കിൽ ചെയ്തോ, എനിക്കതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ എന്നെ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരുപാട് ഞെക്കി കളയരുത്. ഈ അഭ്യാസം ഒന്നും വേണ്ട കേട്ടോ. നല്ല മനസ്സുണ്ടെങ്കിൽ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ മതി, ചിരിച്ചാൽ മതി. നല്ല മനസ്സ്, അത് മതി. ഈ മറ്റെല്ലാ പ്രകടനത്തേക്കാൾ നല്ലതാണ്, അത് മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. മറ്റു തെറ്റല്ല, ആയിക്കോട്ടെ, പക്ഷെ അപ്പോൾ തന്നെ മനസ്സും അങ്ങനെ ആയിരിക്കണം. അനവധി നിരൂപണങ്ങൾ പലരുടെയും അകത്തുണ്ട്. 139 സങ്കീർത്തനം 2-ാം വാക്യം 2-ാം ഭാഗം നോക്കി വായിച്ച പെട്ടെന്ന്. അനവധി നിരൂപണങ്ങൾ. എൻ്റെ അകത്തെ ചിന്ത നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ദൈവജനം വളരെ ശ്രദ്ധിക്കണം. പല ചിന്തകളും വിചാരങ്ങളും ഒക്കെ അകത്ത് കയറി വരുമ്പോൾ വേണ്ടാത്തതാണെങ്കിൽ അതിന് സ്ഥാനം അകത്ത് കൊടുക്കരുത്. അതിനെ
ചില അരിപ്പുകൾ ഉപയോഗിച്ച് അരിച്ച് വേണം അകത്ത് കയറ്റി ഉറപ്പിക്കാൻ. അരിപ്പ് വേണം. അത് ദൈവവചനമാകുന്ന അരിപ്പും പരിശുദ്ധാത്മാവെന്ന അരിപ്പുകാരനെയും അത് ഏൽപ്പിക്കണം. മനസ്സിലാകുന്നു? യെശയ്യാവിൻ്റെ പ്രവചനം 66-ാം അധ്യായം 18-ാം വാക്യം. യെശയ്യാവ് 66:18. വേഗം. അവരുടെ പ്രവൃത്തികളെയും അവരുടെ വിചാരങ്ങളെയും ഞാൻ അറിയുന്നു. യിരെമ്യാവ് 6:19 വായിക്കാം. യിരെമ്യാവ് 6:19. ആ ആ ആ വിചാരങ്ങളുടെ ഫലമായ അനർത്ഥം വരുത്തും. യെശയ്യാവ് 55:7 കൂടെ വായിക്കാം. യെശയ്യാവ് 55:7 കൂടെ. ആ ആ എല്ലാ ദൈവമക്കളുടെയും ശ്രദ്ധയ്ക്ക്, പലരും അകത്തൊന്ന് വെച്ചിട്ടാണ് പുറത്ത് വർത്താനം പറയുന്നത്. ആ മനസ്സ് മാറ്റണം. അകവും പുറവും ഒന്നുപോലെ ഇരിക്കണം. അകത്തെ നിരൂപണം വേറൊന്ന്, പുറത്തെ വർത്തമാനം വേറൊന്നൊന്നും ഒരിക്കലും വരരുത്. മനസ്സിലാകുന്നോ? ദൈവജനത്തിൻ്റെ ശ്രദ്ധയ്ക്ക്, പല ചിന്തകൾ സാത്താൻ അകത്ത് കൊണ്ടുവരും. ഈ വരുന്ന ചിന്തകൾ ശ്രദ്ധിച്ചുകൾ, അത് ദൈവീകമാണോ പിശാചിൻ്റെതാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. 2 ശമൂവേൽ 24:1, 1 ദിനവൃത്താന്തം 21:1. ആ ദാവീദിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വന്നു. ദാവീദിൻ്റെ ഉള്ളിൽ വന്ന തോന്നൽ ആര് കൊണ്ടുവന്ന തോന്നൽ? 1 ദിനവൃത്താന്തം 21:1. ആ ആ വൈര് ആരായി തോന്നൽ കൊണ്ടുവന്നേ? എൻ്റെ ദൈവമേ, ആർക്ക്? ദാവീദിനെ. ദൈവമക്കളെ, നമ്മുടെ അകത്ത് കയറുന്ന തോന്നലൊക്കെ അങ്ങ് ഊട്ടി ഉറപ്പിച്ച് കളയരുത് കേട്ടോ. ചിന്തകൾ, വിചാരങ്ങൾ, നിരൂപണങ്ങൾ, ആലോചനകൾ കയറി വരാൻ തുടങ്ങുമ്പോൾ തന്നെ ചിലർക്ക് ഇത് ഒന്നുമല്ല, തോന്നലുകൾ. തോന്നലുകൾ. ചിലർക്ക് ചില സങ്കല്പങ്ങൾ. മനസ്സിലായോ? ചില തോന്നലും സങ്കല്പവും കൊണ്ട് കുടുംബങ്ങൾ മുടിഞ്ഞു പോയ ചരിത്രങ്ങൾ അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾക്കും അതുണ്ടെങ്കിൽ മാറ്റിയേക്കണേ. പിന്നെ തോന്നലുകൾക്കുള്ള അവസരവും കൊടുക്കരുത്. ചിലരുണ്ട്, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ പേരിൽ ചില തോന്നലുകളുമുണ്ട്. തിരിച്ചും എന്നാൽ പിന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെന്നാണ് ചിലരുടെ ജീവിതം. നീ സ്വർഗത്തിൽ പോവില്ല. അങ്ങനെയാണ് തോന്നലെങ്കിൽ അത് മാറ്റാനുള്ള രീതിയിൽ നീ നേരെ ജീവിച്ചോണം. ചിലരങ്ങനെയല്ല, അങ്ങനെ അല്ലല്ലോ ഞാൻ, എന്നിട്ട് അങ്ങനെ നിൻ്റെയൊക്കെ വിചാരം, എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ആവാൻ പോവാണ്. നീ നരകത്തിൽ പോകത്തന്നെ പോ. ദൂത് വേണ്ടവരെല്ലാം എടുത്തോണം. വല്ലോ മനസ്സിലാകുന്നുണ്ടോ? തോന്നലുകൾ, വിചാരങ്ങൾ, ധാരണകൾ, സങ്കല്പങ്ങൾ, ആയിരിക്കാമെന്ന അനുമാനങ്ങൾ എല്ലാം അരിച്ച് വേണം അകത്ത് വിടാൻ. എല്ലാം ദൈവികമല്ല. ഇവിടെ വായിച്ചു കേട്ടോ, സാത്താൻ തോന്നിച്ചു. ആദ്യം തോന്നൽ വരും. ശ്രദ്ധിച്ചു കേട്ടോ, ആദ്യം തോന്നൽ വരും. തോന്നല് ദൈവികമല്ലാത്ത തോന്നലിനെ ശ്രദ്ധിക്കൂ, നമ്മൾ ഹൃദയം തുറന്നു കൊടുത്ത് അതിനെ ഉറപ്പിച്ചാൽ അതിൻ്റെ പുറകെ തോന്നിച്ചവൻ കയറും. യോഹന്നാൻ 13:2. യോഹന്നാൻ 13:2.
ആ തോന്നിച്ചു. ആദ്യം എന്ത് ചെയ്തു? തോന്നിച്ചു. ആ തോന്നലിന് വഴിപ്പെട്ടു, വിധേയപ്പെട്ടു. രണ്ടാമത് എന്ത് സംഭവിച്ചു? 27-ാം വാക്യം. മതിയല്ലോ, ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ആദ്യം എന്ത് ചെയ്തു? തോന്നിച്ചു. തോന്നൽ എഫക്റ്റായി എന്ന് കണ്ടപ്പോൾ തോന്നിച്ചവൻ പലരോടുള്ള ദൂതാണ്. ദൈവസഭ ശ്രദ്ധിച്ചോണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുപോലെ ദുരുദ്ദേശ ചിന്താഗതികളോടുകൂടെ ആരെയും സമീപിക്കരുത്, സ്നേഹിക്കരുത്. ദുരുദ്ദേശ ചിന്താഗതികളോടുകൂടെ. ഒരു വീട്ടിൽ നമ്മൾ ക്രിസ്തീയ സ്നേഹത്തിൽ ബന്ധപ്പെട്ടാൽ ആ സ്നേഹത്തിന് മങ്ങലേർക്കുന്ന ഒരു തരത്തിലുമുള്ള കാര്യങ്ങൾ നിന്റെ അകത്ത് ഉണ്ടാകരുതേ. ക്രിസ്തീയ സ്നേഹത്തിൽ നിന്നുകൊണ്ട് പണം കടം വാങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക്. കടം വാങ്ങാൻ ഭയങ്കര ഉത്സാഹമാണ്. അത് നിമിത്തം ആ വിശ്വാസിക്ക് ഇടർച്ച ഉണ്ടാകരുതേ. പറയുന്ന അവധിക്ക് തിരിച്ചു കൊടുത്തേക്കണം. ഇല്ലെങ്കിൽ നേരത്തെ പോയി ആ വിവരം പറഞ്ഞ് അവരുമായിട്ട് സമാധാനം തിരിച്ചതാകണം. അല്ലാതെ പിന്നെ കാണാതിരിക്കുക, ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുക, വാങ്ങിച്ചെങ്കിൽ തരുമല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് വിരട്ടാതെ മര്യാദയ്ക്ക് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ദുരുദ്ദേശപരമായ ഒരു കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാകരുത്. ഇടയ്ക്ക് ഒരാൾ പറഞ്ഞത്, ഉണ്ടായിട്ടല്ലേ തന്നത്, കിട്ടുമ്പോൾ തിരിച്ചു തരുമല്ലോ. എല്ലാവരും കേട്ടാ? സ്തോത്രം. എല്ലാവർക്കും എന്താ ഒരു മൗനം പോലെയൊക്കെയാണ്. ദുരുദ്ദേശപരമായ ഒരു ചിന്താഗതികളും ദൈവമക്കളുടെ സന്ദർശനത്തിനോ സമീപനത്തിനോ ഉണ്ടാകരുത്. ചിലരുണ്ട് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചങ്ങ് സ്നേഹിക്കും. അതിൻ്റെ അർത്ഥം എന്തോ ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. ഒപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ അവിടെ പിന്നെ ആ ദേശത്തെ കാണൂല്ല, ഫോൺ ചെയ്താൽ എടുക്കത്തുമില്ല. അതുപോലെ തന്നെ ആൺ പെൺ ബന്ധത്തിലെ സ്നേഹങ്ങൾ, ഫോൺ വിളികൾ ആവശ്യത്തിനാകാം. കുഴപ്പങ്ങളിലോട്ട് പോയി ചാടരുത്. ഒരുപാട് വർത്തമാനം പറയരുത്. സ്തോത്രം. സ്വന്തം ഭാര്യ ഇരിക്കുമ്പോൾ അങ്ങോട്ട് സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയുന്നവരോട് സംസാരിക്കുക. സ്വന്തം ഭർത്താവ് ഇരിക്കുമ്പോൾ മറ്റേ ഭാഗം കേൾക്കാൻ മനസ്സുള്ളവരോട് മാത്രം സംസാരിക്കുക. എന്തോന്ന് ഒരുപാട് പറയാനുണ്ട്. 2-3 കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തുന്നതല്ലേ ഭംഗി. ചിലരുണ്ട് അവരവരുടെ ഭാര്യമാരോട് ഒരുപാട് മിണ്ടില്ല. വല്ലവരോടും മിണ്ടാൻ എന്തൊരു താല്പര്യം. എത്ര നേരം പോണെന്ന് അറിയില്ല. ഫോണിൽ പൈസ തീരുന്നവർ ചിലർ വർത്തമാനം പറഞ്ഞോളി. സ്തോത്രം. ഒരു ദുരുദ്ദേശപരമായ പരിപാടികളും അകത്ത് വരരുത്. ഇതൊക്കെ നേരത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട നല്ലത്. ഇല്ലെങ്കിൽ അവിടെ നിന്ന് നിൽക്കുമ്പോഴെല്ലാം വെളിയിൽ വരില്ല. എന്ത് ചെയ്യും നമ്മളപ്പോഴേ? ഉപ്പാട് വരില്ലയോ? കേട്ടോ എന്തോ? ചിലരിന്ന് ആലോചിക്കുകയാണല്ലയോ, എന്ത് ചെയ്യുക ഇനിയിപ്പോൾ? ആലോചിച്ചു. പ്രീസുള്ളൂ. ശരി. അപ്പോൾ ചിന്തകൾക്ക് വിധിയുണ്ടാകും. ദൈവികമല്ലാത്ത, ആത്മീയമല്ലാത്ത, ദൈവപൈതലിന് ചേരാത്ത ചിന്തകൾ പ്രവർത്തിച്ചില്ല കേട്ടോ, പ്രവർത്തിച്ചില്ല. ചിന്ത, അതിന് വിധിയുണ്ട്. നിന്റെ പല പ്രതിഫലങ്ങളും അത് നിമിത്തം എന്ത് ചെയ്യും? പറ. അത് നിമിത്തം ഉറക്കെ പറ. നഷ്ടപ്പെടാനിടയുണ്ട്. അത് ഇന്നേ അങ്ങ് തിരുത്തിപ്പോയാൽ അന്ന് ആ നഷ്ടം സംഭവിക്കുക ഇല്ല. കേട്ടോ? എല്ലാവരും കേട്ടവർ മാത്രം ഒന്ന് കരമുയർത്തിക്കേ. കേട്ടിട്ടുണ്ട് ഏതാണ്ട്. ഓക്കെ.
പ്രൈസ് ദി ലോർഡ്. ഇനി പിന്നെ എന്തിന് ന്യായവിധി അഥവാ വിധി ഉണ്ടാകും? രഹസ്യങ്ങൾക്കുണ്ടാകും. രഹസ്യം റോമർ 2:16 വേഗം വായിച്ച്. റോമർ 2:16. റോമർ 2:16. യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യൻ്റെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ രഹസ്യങ്ങളെല്ലാം അന്ന് വെളിയിൽ വരും. 119 സങ്കീർത്തനം 7 വാക്യം, 139 സങ്കീർത്തനം 7 വാക്യം, 139:7. സങ്കീർത്തനം 44:21 മറ്റൊരാൾ വേഗം വായിച്ച്. നിന്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും? എവിടേക്ക് ഓടും? വായിച്ചേ. സങ്കീർത്തനങ്ങൾ 44:21. യെസ്, ഹൃദയത്തിലെ രഹസ്യങ്ങളെ. ചിലരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആരും അറിഞ്ഞില്ല, ദൈവം പോലും അറിഞ്ഞില്ല. ഹൃദയത്തിലെ രഹസ്യങ്ങളെ അവൻ അറിയുന്നു. കേട്ടോ? എബ്രായർ 4:13. സങ്കീർത്തനം 90:8 വേഗം വായിച്ചേ. വേറാണ് യിരെമ്യാവ് 23:24. സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവസാനം വായിച്ചത് ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദൂതാണ്. അവനുമായിട്ടാകുന്നു എനിക്ക് കാര്യമുള്ളത്. കുഞ്ഞുങ്ങളെ, അപ്പനും അമ്മയൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവാം, അവർക്ക് ബോധ്യം വരണമായിരിക്കാം. എന്നാൽ രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, നിങ്ങൾ വീട്ടിനകത്തായിരുന്നാലും പുറത്തു പോയാലും അവനുമായിട്ടാകുന്നു എനിക്ക് കാര്യമുള്ളത്. അത് മറന്നു പോകരുത്. അവനുമായിട്ടാകുന്നു എനിക്ക് കാര്യമുള്ളത്. ആ ചിന്തയിൽ ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ സംസാരിച്ചു വന്നൊരു വിഷയമാണ്, മനുഷ്യനിപ്പോൾ ദൈവഭയമില്ല. ആളുകളെ കുറച്ചൊക്കെ പേടിയുണ്ട്. ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന വീട്ടിൽ ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ എൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടാൽ പിള്ളേർ പറയും പാസ്റ്റപ്പച്ചൻ വരുന്നു. അവിടെ പിന്നെ എന്തൊരു ശാന്തതയെന്നറിയാമോ? രണ്ടുപേരും കൂടെ എന്നെ സൽക്കരിക്കാൻ വേണ്ടി ഒരുക്കുന്ന രംഗം ചിന്തിക്കാൻ വയ്യ. അപ്പോൾ ദൈവത്തേക്കാൾ കൂടുതൽ ഒരു കണക്കിന് ഈ പാവം മനുഷ്യനെ പേടിയുണ്ട്. കൈയടിച്ച് പാട്ടുപാടാമെന്ന് പറഞ്ഞാൽ ചിലരൊന്നും കൈ പാടിക്കത്തില്ല, പാട്ടും പാടുകയില്ല. ഞാൻ അവരെ ഒന്ന് നോക്കും, കൈയും അടിക്കും, പാട്ടും പാടും. ആരെ പേടിയില്ല? ദൈവത്തെ പേടിയില്ല. ചിലരോട് പാട്ട് പാടാൻ അവസരം കൊടുത്ത് എല്ലാവരും പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ബൈബിൾ വായിക്കും. അപ്പോൾ അവർക്ക് നടത്തിപ്പപ്പോഴാണ് കയറണത്. ഞാൻ അവരെ ഒന്ന് നോക്കും, അപ്പോൾ ഉടനെ അത് മുടക്കി വെച്ചിട്ട് പടപട കൈയടിച്ച് പാട്ട് പാടും. ചിലരോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴാണ് പാട്ടുപുസ്തകത്തിൽ പാട്ട് നോക്കണത്. എന്താണോ അഭിഷിക്തന്മാർ തരുന്ന നിർദ്ദേശം അത് ചെയ്യണം. മനസ്സിലാവുന്നോ? ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. 90 സങ്കീർത്തനം 8 വാക്യം. നിന്റെ മുമ്പിലും രഹസ്യ പാപങ്ങളെ. എൻ്റെ കർത്താവെ, വായിച്ച് കേട്ടല്ലോ എല്ലാവരും. ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ. നമ്മുടെ ഈ അകൃത്യങ്ങളാണ് പല നന്മകളും നമുക്ക് മുടക്കുന്നത്. പലരും പറയുന്നത് അയൽ വീട്ടുകാരൻ മമ്മൂക്കായും മറ്റേ സഹോദരിയുമൊക്കെ ക്ഷുദ്രം ചെയ്തതാണെന്ന്. ഇല്ല, നിനക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. നിന്റെ നന്മ മുടക്കിയത് നീ തന്നെ. തെളിവ് വേണമെങ്കിൽ വായിച്ചു. യിരെമ്യാവ് 5:25. യിരെമ്യാവ് 5:25. അടുത്ത വീട്ടുകാരൻ ക്ഷുദ്രം ചെയ്തതുമല്ല,
നാട്ടുകാരെ തട്ടി മാറ്റിയതുമല്ല. വായിച്ചോ. നിന്റെ വീട്ടിൽ വരേണ്ട നന്മ, നിനക്ക് വരേണ്ട നന്മ മാറി വേറെടുത്ത് പോകാൻ കാരണം നിന്റെ അകൃത്യമാണ്. അടുത്ത്, നീ അനുഭവിക്കേണ്ട നന്മ മുടങ്ങിപ്പോയത് നാട്ടുകാർ മുടക്കിയതല്ല, നിന്റെ പാപമാണ്. ഇനി അതുകൊണ്ട് ദയവ് ചെയ്ത് നാട്ടുകാരെ കുറ്റം പറയരുത്. ഇപ്പോൾ പിന്നെ ചില പുതിയ പ്രവാചകന്മാരുടെ ദൂത് കേട്ടാൽ നിനക്കെതിരെ ആരോ പ്രാർത്ഥിക്കണമെന്നാണ്. ഓ, എന്തോ പരിപാടി! ശുദ്രം ചെയ്തിട്ട് ഏക്കാത്തതുകൊണ്ടായിരിക്കും ഇപ്പോൾ പ്രാർത്ഥനയെന്ന്. ഇത് കേട്ട് നമ്മുടെ വിശ്വാസികൾ ഗ്ലോറി 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 ഹല്ലേലൂയ ഹല്ലേലൂയ, ഓ എന്തൊരു സന്തോഷം! ഓ, അങ്ങ് മേലേരിക്കുന്ന പുള്ളി എത്ര മണ്ടനല്ലേ! ഒരാളിനെ എതിരെ മറ്റേ ആൾ പ്രാർത്ഥിച്ച ഉടനെ അങ്ങ് കേൾക്കായി. അത് വിശ്വസിച്ച് തുള്ളാൻ നിനക്ക് എങ്ങനെ തോന്നണ്? ഇതൊക്കെ പ്രവചിക്കുന്നവരെ പിടിച്ചു നിർത്തി കാര്യം ചോദിച്ചു വേണം നിങ്ങൾ വിടാൻ. നിങ്ങൾ അവർക്ക് കാശ് കൊടുത്തിട്ടല്ലേ വിടൂ, അതല്ലേ കാര്യം. നിനക്കെതിരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഉടനെ സ്വതന്ത്രം പറഞ്ഞോണം. കേട്ട എല്ലാവരും അബദ്ധം പറ്റിയവരായിരിക്കും മൗനമായിട്ടിരിക്കുന്നതല്ലേ. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ? സംഭവിച്ചു പോയില്ലേ? സ്വതന്ത്രം. നിന്റെ പാപങ്ങളാൽ, നിന്റെ അകൃത്യങ്ങളാൽ. സ്വതന്ത്രം. ശരി, സഭാപ്രസംഗിയുടെ പുസ്തകം 12:14. സകല രഹസ്യങ്ങളും അവിടെ വരും. സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി. ഒരു സൗകര്യം കൂടെ ആ വാക്യം ഒന്ന് ശബ്ദമായിട്ട് വായിക്കണം. സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി. സകല രഹസ്യങ്ങളെയും ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. പിന്നെ എത്ര രഹസ്യമുണ്ട്? സകല രഹസ്യവും കഴിഞ്ഞാൽ. അപ്പം മെനക്കെടണ്ട കേട്ടാ എല്ലാവരും. ഇന്നെന്തെല്ലാം രഹസ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഭാര്യയെ അറിയാത്ത രഹസ്യം ഭർത്താവിൻ്റെ കയ്യിലുണ്ട്. ഭർത്താവ് അറിയാത്ത രഹസ്യം ഭാര്യയുടെ കയ്യിലുണ്ട്. ഇവർ രണ്ടുപേരും അറിയാത്ത രഹസ്യം മക്കളുടെ കയ്യിലുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അമ്മയപ്പനെയും വിറ്റ കാശ് അവരുടെ കയ്യിലുണ്ട്. ചിലരൊക്കെ പറയുന്നത് എൻ്റെ പിള്ള പൊന്നു പിള്ളയാണ്. പൊന്നു പിള്ള എൻ്റെ അകത്തിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നിനക്ക് വല്ലതും അറിയാമോ? പൊന്നു പിള്ളയുടെ അകത്തിരിക്കുന്നത് തങ്കക്കുടം അല്ലയോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കാണുന്ന പിള്ളേരൊന്നുമല്ല, അവരുടെ സാമ്രാജ്യം വളരെ വലുതാണ്. സ്തോത്രം സ്തോത്രം. സകല രഹസ്യങ്ങളും അവിടെ വരും. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ വേഗം. ലൂക്കോസ് 12:2-3 വേഗം. അതൊക്കെ വളരെ അണ്ടർലൈൻ ചെയ്ത് ഇരുത്തി വായിച്ചോണം. മൂടി വെച്ചത് ഒന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല. നമ്മളൊക്കെ വിചാരിക്കുന്ന ഇതൊക്കെ രക്ഷിക്കപ്പെടാത്തവർക്കുള്ള സംഭവമാണ്. നമ്മൾ ഫ്രീ ആണെന്നാണ് വിചാരം. അടുത്ത് വായിച്ചോ. ആരും അറിയരുതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് മൈക്ക് വെച്ച് വിളിക്കും പോലെ 10 പേരുടെ മുമ്പിൽ വിളിച്ച് കേൾപ്പിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ആരോടും പറയരുതെന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചിട്ടില്ലേ രഹസ്യങ്ങൾ? അല്ലെങ്കിൽ ആരും അറിയാതെ നമ്മൾ കൊണ്ട് കിടക്കുന്ന രഹസ്യങ്ങൾ അന്ന് മൈക്ക് വെച്ച് കെട്ടി എത്ര കോടി ആളുകളുടെ മുമ്പിൽ വെച്ച് അന്ന് പരസ്യപ്പെടുത്തുന്നത്? പ്രതിഫലം വായിക്കാനല്ലേ നിൽക്കുന്നത്? എങ്ങനെ ഇരിക്കും ആ രംഗം? അത് ഓർത്തെങ്കിലും മര്യാദയ്ക്കൊക്കെ നടക്കണം കേട്ടോ. കേട്ടോ എന്തോല്ലരും കേട്ടാണെന്ന് വിചാരിക്കുന്നു. സ്തോത്രം. ശരി, രഹസ്യങ്ങൾക്ക് ന്യായതയുണ്ട്. അടുത്ത് 3, നമ്മുടെ വാക്കുകൾക്ക് വിധിയുണ്ട്. വാക്കുകൾക്ക് വിധിയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം മത്തായി 12:36 വായിച്ചേ. മത്തായി 12:36. മനുഷ്യർ പറയുന്ന
ഏത് നിസ്സാരവാക്കനും? ലൂക്കോസ് 19:22 വായിക്കണം. ലൂക്കോസ് 19:22. ദുഷ്ടദാസനെ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സാധാരണ ഒരു വിശ്വാസി കവിഞ്ഞുള്ള പദവിയായിരിക്കും, അല്ലേ? ദാസൻ. അപ്പോൾ ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നടക്കുന്ന ദാസന്മാരെയാണ് ഇവിടെ വിളിക്കുന്നത് ദുഷ്ടദാസന്മാർ. നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. നീ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് തന്നെ ഞാൻ നിന്നെ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. ചിലരുണ്ട്, അവരവർക്ക് അനുസരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് അനുസരിക്കാൻ പറയും. ഇങ്ങോട്ട് നോക്ക്, എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, മറ്റുള്ളവരോട് എന്തോ പറയും? ക്ഷമിക്കണം കേട്ടോ. എന്നിട്ട് അതേ വിഷയം എനിക്കുണ്ടായി, പാസ്റ്റർ അന്ന് പറഞ്ഞില്ലയോ ക്ഷമിക്കണം. അത് നിങ്ങൾ പറയും പോലെയാണോ? ഇത് വിഷയം ഭയങ്കരമാണ്, പിന്നെ എന്തോ പറയുന്നു, എൻ്റെത് സീരിയസും നിങ്ങളുടെ സീരിയസ് അല്ലാത്തതുമാണ്. എൻ്റെത് സീരിയസാണ്. അതാണ് ദുഷ്ടദാസൻ. നമുക്ക് അനുസരിക്കാൻ കഴിയുന്ന കാര്യം വേറെ ആളിനോട് പറയാവും. എനിക്ക് കള്ളം പറയാതിരിക്കാൻ പറ്റൂലെങ്കിൽ കള്ളം പറയരുതെന്ന് ആരോടും പറയരുത്. അധ്വാനിക്കുന്ന കൃഷിക്കാരെ ആദ്യം ഫലം അനുഭവിക്കണം. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ആരോടും ക്ഷമിക്കണം എന്ന് പറയരുത്. പറയേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, അങ്ങനെയൊന്നും ക്ഷമിച്ചു കൊടുക്കണ്ട, കിട്ടിയാൽ തട്ടിയരിയെന്ന് പറയണം. ഒരു വാക്കിന് താന്നു കൊടുക്കാൻ വയ്യാത്ത നീ എന്തോ മറ്റുള്ളവരെ ഉപദേശിക്കുന്നേ? അവരുടെ പേരാണ് എന്തോന്ന്? ദുഷ്ടദാസനെ. നമുക്കനുസരിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ മറ്റുള്ളവരോട് പറയാം. എല്ലാവരും കേട്ട സ്വതന്ത്രം. ഇപ്പോഴാണ് ചിലരൊക്കെ ഇരുന്നുകൊണ്ട് ആലോചിക്കുന്നത്. അത് നന്നായിട്ട് ആലോചിച്ചു, അതിനുള്ള അവസരമുണ്ട്. വീട്ടിൽ ചെന്നിട്ടും ആലോചിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിസ്സാര വാക്കിനും എന്തുണ്ട്? നിസ്സാര വാക്കെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പോടാ കഴുതേ എന്ന് പറയുന്നത്. അവൻ കഴുതയല്ലെന്ന് നിങ്ങൾക്കറിയാമല്ല? അറിയാമോ? പിന്നെ എന്തിനാ അവനെ കഴുതയെന്ന് വിളിച്ചേ? അതിനും എന്തുണ്ട്? ഭാര്യയുടെ ദേഷ്യം വരുമ്പം ചില പ്രത്യേക സ്പെഷ്യൽ പേരിട്ടൊക്കെ വിളിക്കുമല്ലോ. സൂക്ഷിച്ചോണം കേട്ട. സ്വതന്ത്രം. ആരെയും തരം താഴ്ത്തി സംസാരിക്കരുത്. ബഹുമാനത്തോടെ മാത്രമേ സംസാരിക്കാവൂ. എന്തുകൊണ്ട്? ഓരോ വാക്കിനും വിധിസ്ഥലത്ത് നിൽക്കേണ്ടി വരും. തരം താഴ്ത്തരുത്, മോശമായി ചിത്രീകരിക്കരുത്, ആരെയും ബ്ലെയിം ചെയ്യരുത്. ചിലരുണ്ട് പറഞ്ഞഴിക്കാൻ കഴിവുള്ളവരുണ്ട്. അതൊരു കൃപയാണ് ചിലർക്ക്. ആ കൃപ വേണ്ട, അതിനെ കളഞ്ഞേരെ. ഈ ചിലതിനൊക്കെ വളരെ അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ ചിലർ ഒരാളിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയും, ഉടനെ നമ്മൾ കൂടുതലൊന്നും പറയില്ല. അത് നിങ്ങൾ പറയും പോലെയൊന്നും അല്ല, ഇത്രയേ പറഞ്ഞോളൂ, ബാക്കിയൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പറയും പോലെ അല്ല, ബാക്കിയൊന്നും പറഞ്ഞൊന്നുമില്ല, അത്രയേ ഉള്ളൂ. അതിൻ്റെ ദോഷം എന്ത് വലുതെന്നറിയാമോ? എന്നാൽ പിന്നെ എന്തെന്നും കൂടെ പറ. ചിലരിതുപോലെ തന്നെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുമ്പോഴേ നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മൂടുന്നതിനും അർത്ഥമുണ്ട്, അതിനും അർത്ഥമുണ്ട്. ഈ മൂണലെല്ലാം അങ്ങ് വരും കേട്ടാ, സൂക്ഷിച്ച് മൂണിക്കോ, ഇരുത്തി മൂണിക്കോ. നിസ്സാരവാക്കിന് 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 സ്തോത്രം. ഇനി കഠിനവാക്കിന് അതിനും വിധിയുണ്ട്. മലാക്കി പ്രവചനം 3-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ കഠിനമായിരിക്കുന്നു എന്ന് ദൈവം പറയുകയാണ്. പലരുടെയും വാക്കുകൾ ദൈവത്തിൻ്റെ മുമ്പിൽ കഠിനമാണ്. പലരോടും ചിലർ കഠിനമായിട്ടാണ് വർത്താനം പറയുന്നത്.
ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിച്ച ദൈവത്തിൻ്റെ പൈതലേ, ആ ദൈവത്തിന് വേദന വരുന്ന ഒരു വാക്ക് നിൻ്റെ വായിൽ നിന്ന് വരരുത്. ദൈവം നല്ലവനെന്ന് സാക്ഷ്യം പറഞ്ഞ ദൈവത്തിൻ്റെ പൈതലേ, ആ ദൈവത്തിൻ്റെ നാമത്തിന് അപമാനം വരുന്ന ഒരു ശബ്ദവും നിൻ്റെ വായിൽ നിന്ന് പുറപ്പെടരുത്. അതൊക്കെ കഠിന വാക്കുകളാണ്. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാവരും എന്നെ കൈവിട്ടു, ദൈവം എന്നെ അങ്ങ് എന്ത് ചെയ്ത് കൈവിട്ട്. പറയാറില്ലേ? അത് കഠിന വാക്കാണേ. ദൂത് വേണ്ടവരൊക്കെ എടുത്തോണേ. ദൈവവും കൂടെ ഈ സമയത്ത് അങ്ങ് മൗനമായിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും അല്ലേ? അതും ഏത് വാക്കാണ്? കഠിന വാക്ക്. സൂക്ഷിച്ച് വർത്താനം പറയണം കേട്ടാ. സംസാരിക്കുമ്പോൾ ഓർത്തോണം, നിന്റെ കൃപ പോകരുത്, കേൾക്കുന്നവൻ്റെ കൃപയും നഷ്ടപ്പെടരുത്. കൊലോസ്യർ 4:6, മറ്റൊരാൾ എബേസ്യർ 4:29 വയസ്സ്. പ്രൈസ് ദി ലോർഡ്. വേഗമാകട്ടെ. വാക്കുകൾ എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. എബേസ്യർ 4:29. ആ ആ ആ എല്ലാവരും കേട്ടല്ലോ. ദേഷ്യം വരുമ്പോൾ വല്ലതുമൊക്കെ വിളിച്ച് പറയരുത്. ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ വായ കൊണ്ട് തുറപ്പിക്കരുത്. തുറന്ന വശക്കേടാണെങ്കിൽ നീ തുറക്കണ്ട. ചിലർ സംസാരിച്ചാൽ ഏതെങ്കിലും തരത്തിൽ നല്ല കുത്തുമുനയുള്ള വാക്കേ വരൂ. അങ്ങനെയുള്ള ഒരു വർത്തമാനം പറയണ്ട. സഹോദരം, ഇടർച്ചയുണ്ടാവും, പ്രശ്നമുണ്ടാവും, സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാവും എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കരുത്. വീട്ടിനകത്ത് വഴക്കുണ്ടാക്കാൻ ഇടയുണ്ടാക്കുന്ന ഒരു വാക്കും പറയരുത്. സ്നേഹത്തിൻ്റെ വാക്കുകളിൽ സംസാരിക്കുക. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അപ്പനമ്മമാരെ കൊണ്ട് നിങ്ങളോട് കോപത്തിൽ സംസാരിക്കാൻ നിങ്ങൾ ഇടയാക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? അവരവരുടെ ഡ്യൂട്ടി അവരവരങ്ങ് ചെയ്യുക. കുഞ്ഞുങ്ങൾ കേട്ടാ, അവരവരുടെ ഡ്യൂട്ടി അവരവരങ്ങ് ചെയ്യുക. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. സോദരം, പിന്നെ അമ്മമാരുടെ ശ്രദ്ധയ്ക്ക്, പെൺപിള്ളാരെ MBBS എഞ്ചിനീയറിംഗ് പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ചമ്മന്തി അരയ്ക്കാനും കഞ്ഞി വയ്ക്കാനും കൂടെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഇടയ്ക്ക് ഒരു കല്യാണം കഴിഞ്ഞ വീട്ടിൽ ചെന്നപ്പോഴേ സങ്കടകരമായ ഒരു പരാതി. അവൾക്ക് മീൻ വെട്ടാൻ അറിയില്ല. ആളുകളെ വെട്ടിക്കീറാൻ അറിയാം, ഡോക്ടറാ, മീൻ വെട്ടാൻ അറിഞ്ഞൂടാ. ഞാൻ ആ തള്ളയെ വിളിച്ച് വഴക്ക് പറഞ്ഞു. എൻ്റെ പിള്ള പഠിച്ചോണ്ട് നടന്നതുകൊണ്ട് ഇതിനൊന്നും വലിയ പരിചയമില്ല. അതിനേക്കാൾ ജീവിതം പഠിപ്പിക്കണം അമ്മമാരുടെ ശ്രദ്ധയ്ക്ക്. വീടരിച്ചു വരാനും തുണി കഴുവാനും മീൻ വെട്ടാനും അത്യാവശ്യം അടുക്കള ജോലി ചെയ്യാനും ആദ്യം പഠിപ്പിക്കണം, പിന്നെ ബാക്കി മതി. സ്തോത്രം. അതുപോലെ തന്നെ അടുക്കള ജോലിയിൽ സഹോദരന്മാരും സഹായിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അവർക്കൊരു താങ്ങും സന്തോഷമായിക്കട്ടെ. പിന്നെ ചിലരത് ചെയ്യുമെന്ന് കണ്ടാൽ പിന്നെ സഹോദരിമാർക്ക് ഭയങ്കര ക്ഷീണമാണ്. ദൂത് വേണ്ടവരൊക്കെ എടുത്തോണേ. നമ്മുടെ ഈ തുള്ളിച്ചാടാൻ മാത്രം പഠിച്ചാൽ പോരെ, ഇങ്ങനെയുള്ളതൊക്കെ കൂടെ പഠിച്ചിരിക്കണം. ഇതൊക്കെ ദൈനംദിന ജീവിതത്തിന് നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷമുള്ളവർക്ക് ഹല്ലേലൂയ പറയാം. കരങ്ങളെ തട്ടി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും സത്യസന്ധതയോടെ. ശരി, അപ്പോൾ കഠിനമായ വാക്കുകളൊന്നും പറയരുത്, നല്ല വാക്കേ പറയാവൂ. സ്തോത്രം. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം നിങ്ങളുടെ സഭയിൽ സംസാരിച്ച് പറഞ്ഞു, നമ്മുടെ നാക്ക് ആരുടെ നാക്കായിരിക്കണം? ശിഷ്യന്മാരുടെ നാവായിരിക്കണം. എല്ലാവരുടെയും നാക്കിൽ പിടിച്ചുകൊണ്ട് പറയണം, എൻ്റെ നാക്ക് ആരുടെ നാക്കാണ്? ശിഷ്യന്മാരുടെ നാക്കാണ്. ആരെയും തകർക്കുന്ന നാക്കല്ല, തകർന്നിരിക്കുന്നവരെ താങ്ങുന്ന നാക്കാണ്. നാക്ക് പിടിച്ച് പറയാൻ പറ്റുമോ? ആലോചിച്ച് പറഞ്ഞാൽ മതി, മനസാക്ഷിയിൽ കുത്തുണ്ടാകാതിരിക്കട്ടെ. സ്തോത്രം. 45-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. എൻ്റെ ഹൃദയം
അടുത്ത ഞാൻ വായിൽ നിന്ന് വല്ലതും പുറപ്പെടുവിച്ചാൽ ആ കൃതി, ആ ശബ്ദം ആർക്ക് പ്രസാദമായിരിക്കും? ദൈവത്തിന്. ദൈവത്തിന് പ്രസാദമല്ലാത്തതൊന്നും ഈ നാക്കിൽ കൂടെ വരരുത്. അഥവാ ദേഷ്യം വന്ന് വല്ലതുമൊക്കെ പറയാൻ തോന്നിയാൽ അന്നേരം സ്നേഹമായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് പറയണം, പലതും തോന്നുന്നുണ്ട്, പക്ഷേ പറഞ്ഞാൽ ഞാനിവിടെ ഒരു വിധിക്കപ്പെടുമല്ലോ, അതുകൊണ്ട് പറയുന്നില്ലെന്ന് അങ്ങ് ചിരിച്ചുകൊണ്ട് പറയണം. അപ്പം കലി തുള്ളി വരുന്ന പുരുഷൻ പുള്ളി ഒന്ന് ആലോചിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. മനസ്സിലായോ? അതോ രണ്ടും കൂടെ അങ്ങ് നരകത്തിൽ പോകാൻ പോകണോ? ഇടയ്ക്ക് ഒരാൾ പറഞ്ഞിട്ട് അവളായിട്ട് എന്നെയും കൂടെ ഇവിടെ കൊണ്ടുപോകും. ചിലപ്പോൾ തിരിച്ചു വാങ്ങാം. ആ കൊച്ചുങ്ങളുടെ പപ്പയായിട്ട്. ഓക്കെ, സ്വതന്ത്രം. വാക്കുകൾക്ക് എന്തുണ്ട്? പറ. വിധി ഉണ്ട്. ഒടുവിൽ സങ്കടപ്പെടാനിടയാകരുത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അന്ന് ഇത്തിരി പ്രതിഫലങ്ങൾ നഷ്ടപ്പെടാനിടയുണ്ട്. ശരി, സമയക്കുറവുകൊണ്ട് ഞാൻ അവിടെ മുമ്പിടുകയാണ്. അടുത്തത് ഒരു കാര്യം പ്രത്യേകമായിട്ട് ദൈവമക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആവശ്യമില്ലാതെ ഒരുപാട് വർത്തമാനങ്ങൾ പറയരുത്. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 23-ാം വാക്യം. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 23-ാം വാക്യം. ഏത് തൊഴിൽ കൊണ്ട് ലാഭം വരും? അതര ചെറുപടം എന്ന് പറയുന്നത് എന്തുവാ? ചുമ്മാ ഇരുന്ന് വാചകം അടിക്കുക. ചിലർക്ക് ഈ ചുമ്മാ വർത്തമാനമായി. എനിക്കാണെങ്കിൽ അത് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. നമ്മൾ ചുമ്മാ ഇരുന്നാലും ചിലർ ഇരിക്കാൻ സമ്മതിക്കില്ല, ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ പ്രയോജനമുള്ളത് വല്ലതുമാണെങ്കിൽ കുഴപ്പമില്ല. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മിണ്ടരുതെന്നല്ല, വെറുതെ ഉള്ള നാട്ടുകാര്യം, ലോകത്തിലുള്ള വൃത്തികെട്ട കാര്യം. ചിലർ ഈ നല്ല കാര്യമൊന്നും പറയില്ല. അവർ പറയുന്ന ഏതോ ആയിരിക്കും, നാറിയ കേസ് കെട്ടുകളാണ്. അത് പറയുമ്പോൾ നാക്കും പോവും, കേൾക്കുന്നവൻ്റെ ചെവിയും പോവും. എന്തിനത് പറയണേ? നാറിയതല്ല, നല്ലതൊന്നും പറയാനില്ലേ? ചിലർ ഈ നാറിയതേ അറിയൂ. അതാണ് ഒരു പ്രത്യേകത. ചിലരോട് ചോദിച്ചാൽ നാട്ടിൽ നടക്കുന്ന ഏറ്റവും മോശമായ സകല കാര്യങ്ങളും അവർക്കറിയാം. ഇതെങ്ങനെ അവരുടെ ഈ ഏജൻസിയുടെ കിട്ടുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ചിലരുടെ കയ്യിൽ ചില വിഷയം കിട്ടിയാൽ പിന്നെ അത് പത്രത്തിലും ടി വിയിലും ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഇല്ല. വേണ്ടവരൊക്കെ ദൂതിനെ എടുത്തോണേ. ഇതിൽ കൂടുതൽ ഞാനിനി എങ്ങനെ പറയാനോ? വല്ലതും മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? സ്വതന്ത്രം. സകല വാക്കുകളും പിടിക്കപ്പെടും എന്നുള്ള കാര്യം മറക്കരുത്. ഒരിക്കലേ ഒരു യുവാവ് ഒരു യുവതിയെ സ്നേഹിച്ചു. യുവാവ് ഇത്തിരി സൗകര്യക്കാരനാണ്. അപ്പനും അമ്മയും അതിനെതിരായിരുന്നു. അതുകൊണ്ട് അപ്പനും അമ്മയും പറഞ്ഞു, ഒരു കാരണവശാലും നിനക്ക് നമ്മുടെ വീട്ടിൽ വരാൻ പറ്റിയ ഒരു കുട്ടി അതല്ല, അതുകൊണ്ട് വേണ്ട എന്ന് തീർത്ത് പറഞ്ഞു. അവൻ അവളെ കല്യാണം കഴിച്ചേ പറ്റൂ. അവസാനം അവൾ ഒരു ഡിമാൻഡ് വെച്ചു, എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന നിങ്ങളുടെ അപ്പനെയും അമ്മയും നിങ്ങൾ കൊല്ലണം. സ്നേഹമെന്ന് പറയുന്നത് വേറെ വരിയിലോട്ട് തിരിഞ്ഞാൽ അതിനെ എന്തും ചെയ്യുമല്ലോ, അറിയാമല്ലോ. ചുരുക്കി പറയാം, കൊന്നിട്ട് സ്വന്തം അപ്പനും അമ്മയെ ആരോ കൊന്നു എന്നുള്ള വിചാരത്തിൽ വിളിയും ഒച്ചപ്പാടും ഉണ്ടാക്കി ദേശമെല്ലാം ഇളകി. കാരണം ഇവർ തമ്മിലുള്ള ബന്ധമനുസരിച്ച് ഒരിക്കലും അത് സംഭവിക്കില്ല എന്നാണ് നാട്ടുകാരുടെ വിചാരം. ഉടനത് കേസായി, CBIക്ക് പോയി. ഒരു തരത്തിലും പിടിക്കാൻ പറ്റുന്നില്ല. വളരെ കുതന്ത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ടവർ ആലോചിച്ചു, രക്ഷയില്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ ചെന്ന്, നല്ല സൗകര്യക്കാരനാണല്ലോ, പൈസയെ കൊടുത്തവരെ അങ്ങ് സ്പിരിറ്റ് കയറ്റി വിടും. അന്വേഷിക്കണം, അവരന്വേഷിക്കാമെന്നു. ഒടുവിൽ ബുദ്ധിമാനായ ഇവൻ്റെ ഗവൺമെൻറ് തലത്തിൽ കേസ് എടുത്തുന്ന ആൾ ജ്ഞാനത്തോടെ അവനോട് പറഞ്ഞു, നീ ഒറ്റയ്ക്കല്ലേ, ഒരു കാര്യം ചെയ്യും, ഒരു കല്യാണമൊക്കെ കഴിച്ച് എന്തായാലും അപ്പനും അമ്മയുടെ ആ ദുഃഖവും മാറട്ടെ, കല്യാണം കഴിച്ച് ജീവിക്കാൻ പറഞ്ഞു. അതൊരു നല്ല ആലോചന പോലെ അവന് തോന്നി. മറ്റേ പാർട്ടിയെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നു. കല്യാണം കഴിച്ചു, ഡീസൻ്റായിട്ട് അവർ ജീവിതം തുടങ്ങി. ആ സമയത്ത് ജഡ്ജി ഈ കാര്യം മനസ്സിലാക്കി.
ഇതിനകത്ത് പുള്ളിക്ക് സംശയമുണ്ടായി. അദ്ദേഹം ഇവർ ഉറങ്ങിക്കഴിയുമ്പോൾ, അന്നത്തെ സൗകര്യം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഒരു സെൻസിറ്റീവായ ടേപ്പ് ഓൺ ചെയ്ത് ഇവരുടെ റൂമിൻ്റെ മുകളിൽ വെക്കുമായിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഇയാൾ എടുത്തുകൊണ്ട് പോകും. പല ദിവസവും അവരുടെ വർത്തമാനം, കിശാപിശ വർത്തമാനം ഉണ്ടല്ലോ, കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഒടുവിൽ ഒരു ദിവസം ഇവർ മുമ്പിൽ ഇത്തിരി വഴക്കൊക്കെയായി. അവസാനം ദേഷ്യം മൂത്തപ്പോൾ ഈ യുവാവ് പറഞ്ഞു, എൻ്റെ അപ്പനെയും അമ്മയെയും കൊല്ലുവാനുള്ള കാരണം നീയാണടി എന്ന് പറഞ്ഞു. അന്ന് രാവിലെ ഈ ടേപ്പ് ജഡ്ജി എടുത്തുകൊണ്ട് പോയി. അദ്ദേഹം പ്ലേ ചെയ്തപ്പോൾ സംഭവം പിടികിട്ടി. അതിന് 2 ദിവസം കഴിഞ്ഞ് ഇവൻ വീണ്ടും ചെന്ന് കുറ്റവാളികളെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യണമെന്ന് ഭീതിപ്പെടുത്തിയപ്പോൾ ടേപ്പ് ഓൺ ചെയ്യുകയും അവനെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിൻ്റെ വാക്കുകൾ പിടിക്കപ്പെടും. നിസ്സാരമായി ഒന്നും പറഞ്ഞ് കളയരുത്. ഇഷ്ടമില്ലാത്തവർക്കെതിരെ എന്തും പറയരുത്. വാക്കുകൾ പിടിക്കപ്പെടും. ശരി, നടപ്പുകൾക്ക് വിധിയുണ്ടാകും. വായിക്കാം. സദൃശവാക്യങ്ങൾ 5:21. സദൃശവാക്യങ്ങൾ 5:21. വേഗം. സദൃശവാക്യങ്ങൾ 5:21. നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. യോബിന്റെ പുസ്തകം 13-ാം അധ്യായം 27-ാം വാക്യം. എൻ്റെ കാൽ നീ ആമത്തിലിട്ടു, എൻ്റെ നടപ്പൊക്കെയും. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ, കുറിച്ച് വയ്ക്കുന്നു. അടുത്ത് ഒരു സൗകര്യം കൂടെ ആ വാക്യം വായിക്കണം. ആമത്തിലിട്ടു, കുറിച്ച് വയ്ക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചോ? എൻ്റെ നടപ്പും വഴിയും ഒക്കെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒന്നും അറിയത്തില്ല. കാരണം പറയുന്നിടത്തല്ലല്ലോ ഇവർ പോകുന്നത്. മനസ്സിലായില്ലേ? മനുഷ്യനെ വിശ്വസിപ്പിക്കാൻ പലതും പറയാൻ പറ്റും. എന്നാൽ തമ്പുരാൻ പറയുന്നു, നിൻ്റെ നടപ്പ് വഴി ആ റൂട്ടൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? കുറിച്ച് വയ്ക്കുന്നു. പിന്നെ എവിടൊക്കെ നിൻ്റെ കാല് പോയി ആ കാലിൻ്റെ ചുറ്റും വര വരച്ചിട്ടിരിക്കുകയാണ്. ഇത് കൂടുതൽ എൻ്റെ തെളിവെല്ലാം വേണോ? സ്തോത്രം. കാര്യം മനസ്സിലായവർക്ക് മാത്രം ഒരു ഹല്ലേലൂയ പറയാം. സഭാപ്രസംഗി 11:9. സഭാപ്രസംഗി 11:9. സന്തോഷിക്കാം, ആനന്ദിക്കട്ടെ, നടന്നുകൊള്ളുക. എങ്ങനെ വേണമെങ്കിലും നടന്നോ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, ആരെ ഒളിച്ചെന്ത് വേണമെങ്കിലും ഏത് വഴിക്ക് വേണമെങ്കിലും വയ്ക്കോ. പക്ഷേ അതെല്ലാം ആ റൂട്ട് മാപ്പ് ഉൾപ്പെടെ വരച്ച സകല സിഗ്നലോടുകൂടെ സ്വതന്ത്രം ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. അന്ന് ദുഃഖിക്കാതിരിക്കണമെങ്കിൽ നിൻ്റെ നടപ്പ് നന്നായിരിക്കട്ടെ, നടപ്പിൻ്റെ ഉദ്ദേശം നന്നായിരിക്കട്ടെ. ദൈവത്തിന് ഹിതമായ വഴിയിൽ നടക്കുക, രഹസ്യങ്ങൾ ഒഴിവാക്കുക. മനസ്സിലാകുന്നോ? മനസ്സിലാകുന്നവർക്ക് വലത് കൈ ഉയർത്തുക, ഹല്ലേലൂയ പറയാം. എല്ലാവരും പൊക്കിയില്ല, ശക്തമായി കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു, എങ്കിലും എനിക്ക് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. സ്തോത്രം. അവിടെ മുമ്പിടട്ടെ, സമയമില്ല. അപ്പോൾ നടപ്പുകൾക്ക് വിധിയുണ്ടാകും. നല്ല നടപ്പാണെങ്കിൽ, നല്ല വാക്കുകളാണെങ്കിൽ അതിനൊക്കെ പ്രതിഫലം ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നല്ലതല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെടുകയാണ്. അത് നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ. വെറുതെ പ്രതിഫലം കളയരുത്. നിൽക്കുന്നത് പ്രതിഫലം പ്രാപിക്കാനാണ്. പക്ഷേ വിധി വരുമ്പോൾ
ദുഃഖിക്കാനിടയാകരുത്. നരകത്തിൽ പോവില്ല, പക്ഷെ സങ്കടം വരാനിടയാകരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇനി പ്രവൃത്തികൾക്ക് വിധിയുണ്ട്. സങ്കീർത്തനം 62:12, വെളിപ്പാട് 22:12, റോമർ 2:6. വേഗം വായിച്ച്. സ്തോത്രം. ദയയും അടുത്ത് ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തി കേൾക്കണം. ഒരുത്തൻ്റെ പ്രവൃത്തി വേറൊരാളിന് പ്രശ്നമല്ല. അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കിട്ടും. വെളിപ്പാട് 22:22. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 22:12. വേഗം വരുന്നു. ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ കൊടുക്കും. സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. റോമർ 2:6. ശരി, ഇത്രയും വാക്യങ്ങൾ കൊണ്ട് ഓരോരുത്തരുടെയും പ്രവൃത്തിക്ക് തക്ക ഫലം വെളിപ്പെടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നല്ല പ്രവൃത്തി ചെയ്യുക. ഒത്തിരി വിളിച്ചു കൂവി കാര്യങ്ങൾ ചെയ്തില്ല എങ്കിലും രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരേണ്ടതിന് ആ ദൈവത്തിന് പ്രസാദമുള്ളത് നിങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തത്, പറഞ്ഞത്, പോയത്, അതൊക്കെ അവിടെ ടേപ്പ് ചെയ്തിട്ടുണ്ട്. ആ ടേപ്പ് അവിടെ പ്ലേ ചെയ്യും. പ്ലേ ചെയ്യുമ്പോൾ ഭൂമിയിൽ നീ ശരീരത്തിലിരിക്കുമ്പോൾ എന്തൊക്കെയാ ചെലച്ചത് അത് പ്ലേ ചെയ്യുമ്പോൾ തിരിച്ച് ചെലയ്ക്കും. യെശയ്യാവ് 29:4. യെശയ്യാവ് 29:4. വേഗത്തിൽ. അപ്പോൾ നീ ഇതാണ് നിലത്ത് നിന്ന് സംസാരിക്കും, പൊടിയിൽ നിന്ന് പതുക്കെ വരും, ഒച്ച നിലത്ത് നിന്ന് ചലയ്ക്കും, അല്ല നിലത്ത് നിന്ന് വരും, നീ ചലച്ചത് തിരിച്ച് ചലയ്ക്കും. അപ്പം ചലയ്ക്കുമ്പോൾ സൂക്ഷിച്ചോണം. ചലയ്ക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന്. ചിലർക്ക് ഭയങ്കര ചിലപ്പാണല്ലോ, അത് തിരിച്ച് ചലയ്ക്കും. ജീവിതം ഒരു വിതയാണ്. ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക്, ജീവിതം ഒരു വിതയാണ്. നല്ലത് വിതച്ചാൽ അബ്രഹാം 3 ദൂതന്മാർ വീട്ടിൽ വന്നപ്പോൾ അപ്പം ഉണ്ടാക്കാൻ എത്ര ഇടങ്ങഴി മാവെടുത്തു? 1 ഇടങ്ങഴി. ഓരോരുത്തർക്കും ഓരോ ഇടങ്ങഴി. ഭയങ്കര ചാപ്പാടുകാരല്ലേ? സ്വതന്ത്രം മനസ്സോടെ കൊടുത്തു. ഇറച്ചി തൂക്കി കൊടുത്തോ? ഇല്ല. വെള്ളം അളന്നു കൊടുത്തോ? ഇല്ല. ദൈവം അവിടെ എഴുതി വെച്ചിരുന്നു. ഇവരുടെ കൊച്ചുമക്കൾ മരുഭൂമി കൂടെ യാത്ര ചെയ്തപ്പോൾ ഇവർ 1 ദിവസമേ കൊടുത്തുള്ളൂ. അവർക്ക് 40 വർഷം, ഏതാണ്ട് 25-30 ലക്ഷം ആളുകൾക്ക് എല്ലാ ദിവസവും ഓരോ ഇടങ്ങഴി മന്ന കൊടുത്തു. ഇറച്ചി അന്ന് തൂക്കി കൊടുത്തില്ല, ഇവർക്കും തൂക്കി കൊടുത്തില്ല. വെള്ളം അളന്നു കൊടുത്തില്ല, ഇവർക്കും അളന്നു കൊടുത്തില്ല. ഇഷ്ടം പോലെ. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം ആർക്കും കടക്കാരനല്ല. ജീവിതം ഒരു വിതയാണ്. ജീവിതം ഒരു വിതയാണ്. ദൈവ പൈതലേ, നിൻ്റെ ആത്മീയ ജീവിതം ഒരു വിതയാണ്. നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, ദൈവവേലയ്ക്ക് ചെയ്താൽ, ദൈവനാമത്തിന് ചെയ്താൽ അത് കുറിച്ച് വയ്ക്കുവാൻ നമ്മുടെ ദൈവം മറക്കത്തില്ല. അതുകൊണ്ട് സ്നേഹത്തോടെ പറയുന്നു, നിങ്ങളുടെ മക്കളെ ഓർത്തെങ്കിലും നല്ലത് ചെയ്യുവീൻ. മക്കളെ ഓർത്തെങ്കിലും നല്ലത് ചെയ്യുവീൻ, നന്നായി ജീവിപ്പീൻ. പ്രതിഫലം കൊടുക്കുവാൻ യേശു
ഇതാ ന്യായാസനത്തിലിരിക്കുകയാണ്. വെളിപ്പാട് 22:12 ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ശക്തിയോടെ ഒരാൾ വായിക്കണം. വേഗം വരുന്നു. ഇതോ ഞാൻ വരുന്നു, ന്യായാസനത്തിലിരുന്നിട്ട് ഓരോരുത്തർക്കുമുള്ള പ്രതിഫലം വിഭാഗിക്കാൻ പോവുകയാണ്. എല്ലാവരും എന്നെ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുക. അന്ന് പ്രതിഫലം വിഭാഗിക്കുമ്പോൾ സ്തോത്രം, നമ്മൾ ഭൂമിയിൽ പലരുടെയും മുമ്പിൽ കാണുമ്പോൾ നമ്മളൊക്കെ നല്ലവരാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് പാട്ടുപാടി, ഒരുപാട് ഉത്സിച്ചു, ഒരുപാട് പ്രസംഗിച്ചു, ഒരുപാട് ആത്മാക്കളെ നേടി, അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിൽ എന്നൊക്കെ ആളുകളുടെ മുമ്പിൽ നമ്മളൊക്കെ മിടുക്കരാണ്. പക്ഷേ ഇങ്ങോട്ട് നോക്ക്, പ്രതിഫലം കൊടുക്കാൻ സമയമാകുമ്പോൾ ഓരോ പ്രവൃത്തിക്കുമുള്ള ഫലം അവിടെ വെക്കും, പ്രതിഫലം അവിടെ വെക്കും. അത് പ്രാപിക്കുവാൻ നമ്മൾ ലഭിക്കുന്ന ടോക്കണുമായി തീക്കകത്തൂടെ പോകേണ്ടി വരും, അർഹത നേടുവാൻ. ഞാനിവിടെ പ്രസംഗിച്ചു, 3-4 ദിവസം ക്ലാസ് എടുത്തു. ഞാൻ ഏത് മനോഭാവത്തിലൂടെ പ്രസംഗിച്ചു എന്നുള്ളതാണ് എൻ്റെ പ്രതിഫലം കിട്ടുന്നതിൻ്റെ പ്രത്യേകത. 4 ദിവസം പ്രസംഗത്തിന് നല്ലൊരു പ്രതിഫലം അവിടെ വയ്ക്കും. നിങ്ങൾ വിചാരിക്കും നന്നായിട്ട് കിട്ടുമല്ലോ, അതിൻ്റേതായ സമയം വന്ന് പേര് വിളിച്ചു, അതിൻ്റെ പ്രതിഫലം അവിടെ വച്ചിട്ടുണ്ട്. പക്ഷേ അത് പ്രാപിക്കണമെങ്കിൽ ഒരു ടോക്കനുമായിട്ട് പോകണം. എവിടെ കൂടെ? തീ കൂടെ. പ്രൈസ് ദി ലോർഡ്. സഹോദരം, തീ കൂടെ പോകുമ്പോൾ എൻ്റെ ഈ വെളിയിൽ കേൾക്കുന്ന പ്രസംഗത്തിന് തക്കവണ്ണമാണ് എൻ്റെ അകത്തെയും ഉദ്ദേശമെങ്കിൽ എൻ്റെ കൈ കിട്ടുന്ന ടോക്കന് കേടുവരത്തില്ല. ടോക്കന് കേടുവന്നില്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പ്രതിഫലം കിട്ടും. ഇല്ലെങ്കിൽ ഓക്കെ, വായിക്കേ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12 മുതൽ വായിക്കാം. എന്തൊക്കെ കൊണ്ട് പണിയുന്നു? പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്. എത്ര സാധനങ്ങൾ കൊണ്ടുള്ള പണിയുണ്ട്? ഇവിടെ അല്ലേ ഇരിക്കുന്നേ? എത്ര സാധനങ്ങളുണ്ട്? വായിച്ച സൗരം പറ, എത്ര ഉണ്ട്? ഇനി വായിക്കണോ? 6. വയറ്, എത്രയായി? സംശയം നേരിട്ടെ, അല്ലെങ്കിൽ അത് പിന്നെ ഒരു ഇഷ്യൂ ആകത്തില്ലയോ? 6 സാധനമുണ്ട്. ഇങ്ങോട്ട് നോക്ക്, ഓരോരുത്തരുടെ പണി ഇവിടെ അങ്ങനെയാണ് നടക്കുന്നത്. നമ്മുടെ ജീവിതം ഒരു പണിയാണ്, പറഞ്ഞല്ലോ വേദ. ഓരോന്നും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉപവാസം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ജീവിതം, നമ്മുടെ പ്രസംഗം, നമ്മുടെ ആരാധന, നമ്മുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് അതിന് തക്ക പ്രതിഫലം അവിടെ വച്ചിട്ടുണ്ട്. സ്തോത്രം. അടുത്ത് വായിക്കേ, വായിച്ചു വിട്ട് എൻ്റെ ബാക്കി. ആ ദിവസം അർഹത തെളിവാക്കും. അടുത്ത്, അത് തീയിൽ കൂടെ വെളിപ്പെട്ടു വരും. അടുത്ത്, അതൊരു കട്ടിയായ പരിപാടിയായി പോയെന്ന് തോന്നുന്നു അല്ലേ? സൂക്ഷിക്കണേ, തീ തന്നെ ശോധന ചെയ്യും. അടുത്ത്, പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ എന്ത് കിട്ടും? അടുത്ത്, ബന്ധുപോയെങ്കിൽ അവന് ഛേദം വരും എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ പോവില്ല. ഇനി എന്നെ നോക്ക്, എനിക്കുള്ള പ്രതിഫലം അവിടെ പറയുകയാണ്. പ്രതിഫലം കാണിച്ചു, നിങ്ങളെല്ലാം അന്നേരം അവിടെ ഉണ്ടെങ്കിൽ കൈയടിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ അതിനുള്ള ടോക്കൺ കിട്ടി. എവിടെ കൂടെ പോകണം? തീ കൂടെ പോകണം. അപ്പുറത്തെ പ്രതിഫലം കിട്ടേണ്ട സ്ഥലത്ത് ചെന്നു. ടോക്കൺ എവിടെയെന്ന് ചോദിച്ചു. ടോക്കൺ ചോദിച്ചപ്പോൾ ബന്ധു പോയെങ്കിൽ എന്ത് കിട്ടൂല? പ്രതിഫലം കിട്ടൂല. ബന്ധു പോകുന്നത് ഏതൊക്കെയായിരിക്കും? വക്കോൽ, മരം, പുല്ല്. ആളുകളെ കാണിക്കാൻ ഇത് വലിയ സാധനങ്ങളാണ്. വൈക്കോലും പുല്ലും മരവും ആളുകളെ കാണിക്കാൻ വലുതാണ്. പക്ഷെ അത് തീ കൂടെ പോകുമ്പോൾ എന്ത് ചെയ്യും? ബന്ധുവും പ്രതിഫലം അവിടെ ഇരിക്കും. അതേസമയം മറ്റേത് പൊന്ന് വളരെ കുറച്ചേ കാണും.
വെള്ളി അതിനേക്കാൾ അല്പം കൂടെ കാണും. വിലയേറിയ കല്ല്, വിലപ്പെട്ട മർമ്മരക്കല്ല്, അത് കുറച്ചുകൂടെ കാണും. അതൊക്കെ ആണെങ്കിൽ തീ കൂടെ പോകുമ്പോൾ എന്ത് ചെയ്യൂല? ബന്ധുവില്ല. ബന്ധു പോകാത്ത പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കും. പ്രതിഫലം വേണോ? പ്രതിഫലം വേണോ? ഞാൻ കുറേ ചെയ്തു, ഞാൻ കുറേ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആളുകളുടെ കയ്യടിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഓർത്തോണം, അവസാനം തീ കൂടെ പോകുമ്പോൾ എന്ത് കിട്ടും? ചാമ്പൽ കിട്ടും. നമുക്കിന്ന് ഒന്ന് പെരുക്കിയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. ആളുകളുടെ അംഗീകാരം കിട്ടണം. ആരെങ്കിലും നമ്മളെ ഇത്തിരി താഴ്ത്തി പറഞ്ഞാൽ തീർന്ന അന്നത്തെ നമ്മുടെ കൃപ പോയി. ഒരു എളിയ സഹോദരൻ എന്നായിട്ട് പറഞ്ഞാലും മതി, അയ്യോ തീർന്നു, അവിടെ എന്നെ കൊച്ചാക്കി കളഞ്ഞു. സ്തോത്രം. ഉയരാതെ, പൊങ്ങാതെ, ഞെളിയാതെ ദൈവം നിന്നെ മാനിക്കട്ടെ. നീ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും നിന്റെ മനസ്സും ദൈവം നോക്കുമ്പോൾ വിലയേറിയ പൊന്നായി, വെള്ളിയായി, വിലയേറിയ കല്ലായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. സന്തോഷമുള്ളവർക്ക് ഹല്ലേലൂയ പറയാം. പോരാ, ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറയാം. ഇനി അവിടെ നമുക്ക് പ്രതിഫലത്തോടൊപ്പം തന്നെ കിരീടങ്ങൾ കിട്ടും. എത്ര കിരീടമുണ്ട്? വേദോത്സവത്തിൽ എത്ര കിരീടം വായിക്കുന്നുണ്ട്? 6 കിരീടങ്ങൾ വായിക്കുന്നുണ്ട്. നമുക്കിവിടെ ലഭിക്കുന്നത് എത്ര കിരീടമായിരിക്കും? 5 കിരീടങ്ങളായിരിക്കും. വായിക്കാനുള്ള സമയം പോരാ, കാരണം അല്പം ചില കാര്യം കൂടെ പറയാനുണ്ട്. സ്തോത്രം. കിരീടങ്ങളുടെ പേര് ഞാൻ പറയാം. പൊൻകിരീടം എല്ലാവർക്കും ഉള്ളതാണ്. വേണമെങ്കിൽ ഒരു വാക്യം നോട്ട് ചെയ്തോ, പിന്നെ വായിക്കാൻ സമയമില്ല. വെളിപ്പാട് 4:4 അത് മൂപ്പന്മാർക്കുള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. അത് പിന്നെ പ്രത്യേകതയൊന്നുമില്ല. എന്നാൽ ദൈവമക്കൾക്ക് പ്രാപിക്കാനുള്ള കിരീടം 5 കിരീടങ്ങളാണ്. ഒന്ന് ജീവകിരീടം, അത് പരീക്ഷ ജയിക്കുന്നവർക്കാണ്. പരീക്ഷ ജയിക്കുന്നവർക്കാണ്. അല്ലെങ്കിൽ ഒന്ന് വായിച്ചോ, എല്ലാവർക്കും ഒന്ന് സന്തോഷമാകട്ടെ. സഹോദരൻ, വെളിപ്പാട് 2:10. വെളിപ്പാട് 2:10 എടുത്തു. ആ, അടുത്ത് ആ, ശരി. പരീക്ഷ സഹിച്ച് ജയിക്കുന്നവർക്ക് എന്തോ കിട്ടും? ജീവകിരീടം കിട്ടും. അടുത്ത കിരീടം സ്തോത്രം, വാടാകിരീടം. അത് വിശുദ്ധിയോടെ ജീവിച്ച് ശുശ്രൂഷ തികയ്ക്കുന്നവർക്കാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 22 മുതൽ 1-2 വാക്യം പെട്ടെന്ന് വായിച്ചേ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 22 മുതൽ. അടുത്ത് അടുത്ത് അവർ വാടുന്ന കിരീടവും മതി എന്ന് പറഞ്ഞാൽ വിശുദ്ധിയോടെ ജീവിച്ച് ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കുന്നവർക്ക് ലഭിക്കുന്ന കിരീടമാണ് ഏത്? വാടാകിരീടം. അടുത്ത കിരീടം പ്രശംസ കിരീടം. അത് ആത്മാക്കളെ നേടുന്നവർക്ക് ലഭിക്കുന്നതാണ്. സ്തോത്രം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9:16-17. 1 തെസ്സലോനി 2:19 വായിച്ചേ. യെസ്. ആ ആ ആ എനിക്ക് പ്രതിഫലം ഉണ്ട്. ഇനി ബാക്കി പിന്നെ വായിച്ചോളണം. 1 തെസ്സലോനി 2:19. ആ ആ ആ ആ മതി. ആത്മാക്കളെ നേടിയ ഭക്തൻ ആത്മാക്കളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, സ്തോത്രം, ഞങ്ങളുടെ പ്രശംസാ കിരീടം നിങ്ങളാണ്. ആത്മാക്കളെ നേടുന്നവർക്ക് കിട്ടുന്ന കിരീടമാണ് പ്രശംസാ കിരീടം. ഇനി അടുത്ത കിരീടം തേജസ്സിൻ്റെ കിരീടം. അത് ഇടയന്മാർക്ക് ലഭിക്കുന്നതാണ്. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 4-5. 1 പത്രോസ് 5:4-5. ആ
ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാവരും ഇടയന്മാരല്ല. ഇടയ ശുശ്രൂഷ എല്ലാവർക്കും പറഞ്ഞിട്ടില്ല. സഭയുടെ പരിപാലനം എന്നത് ദൈവത്തിൻ്റെ പ്രത്യേക വിളിയും ആക്കി വയ്ക്കലും പ്രത്യേക അഭിഷേകവും അതിനകത്തുണ്ടായിരിക്കണം. അല്ലാതെ ആരെങ്കിലും ആവേശം കിട്ടിയാൽ അവരും വിഷമിക്കും, അവരുടെ ശുശ്രൂഷ അനുഭവിക്കുന്നവരും വിഷമിക്കും. എന്നാൽ ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷയും സുവിശേഷം പ്രസംഗിക്കുന്ന ശുശ്രൂഷയും എല്ലാവർക്കും ചെയ്യാം. ഒന്നുകൂടെ പറയുന്നു, ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷയും സുവിശേഷം പ്രസംഗിക്കുന്ന ശുശ്രൂഷയും എല്ലാവർക്കും ചെയ്യാം. എന്നാൽ ഇടയ ശുശ്രൂഷ ദൈവം പ്രത്യേകം വിളിച്ച് ആക്കി ആ ശുശ്രൂഷ കൊടുത്തവർ മാത്രം ചെയ്യട്ടെ. മറ്റുള്ളവർ വിധേയപ്പെട്ടു കൊടുക്കണം. മനസ്സിലായോ? മനസ്സിലായവർക്ക് മാത്രം ഒരു ഹല്ലേലൂയ പറയാം. ശരി. 5, നീതിയുടെ കിരീടം. 2 തീമോഥെയോസ് 4:7-8. 2 തീമോഥെയോസ് 4:7-8. യെസ്. അടുത്ത് പൊരുതി ജയിക്കുന്നവർക്ക്, എതിരെ വരുന്ന പ്രതികൂലങ്ങളെ അതിജീവിച്ച് സാത്താനോട് പോരാടി, ജഡത്തോട് പോരാടി, ലോകത്തോട് പോരാടി, സകല പോരാട്ടങ്ങളെയും ജയിച്ച് മുന്നേറുന്നവർക്ക് നീതിയുടെ കിരീടം ലഭിക്കും. അത് പ്രാപിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. 2-ാം അധ്യായം 5-ാം വാക്യം. 2-ാം അധ്യായം 5-ാം വാക്യം. മല്ല് കെട്ടിയാലും എല്ലാവരും കേട്ടോ? ഇവിടെ ആരൊക്കെ എന്തൊക്കെ വേഷം കെട്ടി എന്തൊക്കെ ആവേശം കാണിച്ചാലും കിരീടം പ്രാപിക്കണമെങ്കിൽ എന്തുണ്ട്? ചട്ടപ്രകാരം പോരാടുന്നില്ലെങ്കിൽ കിരീടം. ഉഷയ്ക്ക് ഒരുപാട് അവാർഡ് കിട്ടി, നിങ്ങൾക്കറിയാമല്ലോ. എന്തിനാ കിട്ടിയത്? ഓടി ജയിച്ചവർക്ക്. നമ്മൾ ഓടാറുണ്ട്. അടുക്കളയിലോട്ട് ഓടി, പിള്ളേർ വീഴാൻ പോയപ്പോൾ പിടിക്കാൻ ഓടി, റോഡിൽ കുറുക്കെ ഓടി, ബസ് വരുമ്പോഴോടി, പിന്നെ മഴ വന്നപ്പോഴോടി, ആരാധനയ്ക്ക് സമയം താമസിച്ചപ്പോഴോടി, അടുക്കളയിൽ വെച്ചിരുന്നതായ ആഹാരം കരിഞ്ഞു എന്ന് കേട്ടപ്പോൾ ഓടി. ഇതിനൊന്നും ഒരു അവാർഡും കിട്ടിയിട്ടില്ല. കാരണം ഇതിനൊന്നും പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ല. മനസ്സിലായല്ലോ അല്ലേ? ശരി. അപ്പോൾ ഞാൻ 5 കിരീടമുണ്ട്. ഇനി സ്വർഗത്തിൽ എത്തുമ്പോൾ ഈ ആകാശവും ഭൂമിയും മാറും. ദൈവമക്കളുടെ ഒരു ഭാവിക്ക് വേണ്ടി ചില കാര്യങ്ങളൂടെ പറയട്ടെ, കേട്ടിരിക്കൂ. ഈ ആകാശവും ഭൂമിയൊക്കെ പോകും, പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. വെളിപ്പാട് 21:1. പെട്ടെന്ന് വായിച്ച്. വെളിപ്പാട് 21:1. അപ്പോൾ ഈ ആകാശവും ഭൂമിയും പോയി. ശ്രദ്ധിക്കൂ, പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു. എന്തില്ല? സമുദ്രം ഇല്ല. പുതിയ ആകാശം പുതിയ ഭൂമിയിൽ എന്തില്ല? സമുദ്രമില്ല. എന്തുകൊണ്ട്? ദൈവം സൃഷ്ടിച്ചപ്പോൾ ആകാശവും ഭൂമിയും മാത്രമേ സൃഷ്ടിച്ചുള്ളൂ. ഏതിനെ സൃഷ്ടിച്ചില്ല? സമുദ്രത്തെ സൃഷ്ടിച്ചില്ല. സമുദ്രം ഇടയ്ക്ക് വന്നതാണ്, അത് നേരത്തെ പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. പിന്നെ പുതിയ യെരൂശലേം, അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ദർശനം ഒന്ന് ശരിയാക്കിക്കോണേ. ഇവിടെ പനിയും തലവേദനയും മാറാനല്ല ഈ പൊത്തവും പിടിച്ചിങ്ങോട്ട് വന്നത്. ജോലി കിട്ടാനുമല്ല, നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാനുമല്ല, പിള്ളേരെ കെട്ടിക്കാനുമല്ല, അമേരിക്കയിൽ പോകാനുമല്ല. എന്തിനാണെന്ന് അറിഞ്ഞിരിക്കണം. സ്തോത്രം. ആമേൻ. വെളിപ്പാട് 21:2. ദർശനമുള്ളവരായി തീരട്ടെ. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ടിട്ടുള്ള മണവാട്ടിയെ പോലെ
ഹല്ലേലൂയ. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം അലങ്കരിക്കപ്പെട്ട അവസ്ഥയിൽ സ്വർഗത്തിൽ നിന്നോ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. 10-ാം വാക്യം വായിക്കാം. കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, ദൈവസേനയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ആ ഒരു കാഴ്ചപ്പാട് വരട്ടെ. ദുബായ് പട്ടണമൊന്നുമല്ല, ഇതൊക്കെ ഒന്നും അല്ലെന്നേ. ഇവിടെ ദുബായ് എന്ന് പറയുമ്പോൾ ആളുകളങ്ങും ഇതൊക്കെ ഒന്നും അല്ല. വരുവാനുള്ളത് കാത്തിരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരൊക്കെ അതാണ് കാത്തിരുന്നത് കേട്ടോ. ആണോ? ആണോ? ഓ ആണോ? സ്വതന്ത്രം 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 സ്വതന്ത്രം. എബ്രായർക്കെതിരെ 11-ാം അധ്യായം 9-10 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ച്. സ്വതന്ത്രം. നമ്മുടെ പിതാക്കന്മാർ അതാണ് കാത്തിരുന്നത്. അതുകൊണ്ടാണ് അവർ കൂടാരങ്ങളിൽ പാർത്തത്. സ്വതന്ത്രം. ആ ആ ആ ഈസാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ. ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക്, ഇവിടെ എത്ര നല്ല വീട് നമുക്കുണ്ടെങ്കിലും അത് കൂടാരമാണെന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. വീടുണ്ടാകുന്ന തെറ്റല്ല. അപ്പോൾ തന്നെ മനസാക്ഷിക്ക് നന്നായിട്ട് നിങ്ങൾ ചെയ്യണം. നമ്മുടെ മുറ്റം വരെ മാർബിളും ഇട്ട് 10 പ്രാവശ്യം ബാത്റൂം ഇടിച്ച് പൊളിച്ച് പിന്നെയും പടുത് ഒരുപാട് കാണുന്ന മോഡേൺ സ്റ്റൈലൊക്കെ ആക്കി നമ്മൾ വല്ലപ്പോഴും ഒന്ന് കയറി ഇറങ്ങി അവിടെ നടക്കുമ്പോൾ നമ്മുടെ കൂട്ടുവിശ്വാസി ഓലമേയാൻ നിവൃത്തിയില്ലാതെ വിഷമിച്ച് കഴിയുന്നത് നിങ്ങൾ കണ്ടാൽ, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് സ്തോത്രം പറയാൻ മനസാക്ഷി നിങ്ങൾക്കുണ്ടാകുമോ? അത് നിങ്ങളുടെ മനസാക്ഷിക്ക് ഞാൻ വിടുകയാണ്. നിങ്ങളുടെ മനസാക്ഷി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ എത്ര നല്ല വീടുണ്ടായാലും നമ്മൾ വിട്ടുപോകേണ്ടി വരും. ഇത് നമ്മുടെ ശാശ്വതം. അതുകൊണ്ടാണ് ഭക്തന്മാർ പണ്ട് പാടിയത്, സോദരം വരുവാനുള്ളത് അത്രേ ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഈ കാണുന്നതെല്ലാം താൽക്കാലികം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം. അത് മരണ വീട്ടിലാണ് പാടുന്നത്. ജീവിച്ചിരിക്കുന്ന നീ പാട്. സോദരം ഹല്ലേലൂയ. എല്ലാവരും ഇന്ന് മരണ വീട്ടിലാണ് പ്രത്യാശയുടെ പാട്ട് പാടുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ പാട്. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി. സന്തോഷമുള്ളവർക്ക് ഹല്ലേലൂയ പറയാ. സോദരം അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ബാക്കി ദൈവം വരുവാനുള്ളതാണ് നമ്മുടെ നഗരം. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ കര ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. എബ്രായർ 13:14 വായിക്ക്. എബ്രായർ 13:14. സോദരം സോദരം സോദരം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ശരിയാണോ? ആണോ? അടുത്ത് എത്ര പേര് അതിനോട് ചേർന്ന് പറയും? വരുവാനുള്ളത് അത്രേ ഞാൻ. അകത്ത് അകത്ത് പ്രേരണയോടെ എത്ര പേര് ചേർന്ന് പറയാനുണ്ട്? വരുവാനുള്ളത് അത്രേ ഞാൻ അന്വേഷിക്കുന്നത്. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതോ നിത്യം. സോദരം സോദരം സോദരം. വെളിപ്പാട് പുസ്തകം 21:16 വാക്യം വായിക്കാം. വെളിപ്പാട് 21:16. ആ ആ ആ ശരി, പോട്ട് സാരമില്ല, മതി. ഈ നഗരത്തിൻ്റെ, പുതിയ യെരൂശലേമിൻ്റെ നീളം വീതി ഉയരം എത്ര? 1200 നാഴിക. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ശരിക്കും 12,000 ഫർലോങ്സ് എന്ന് കാണാം. സൂത്രം അത് മൈലാക്കിയാൽ 1500 മൈൽ വരും. അപ്പോൾ 1500 മൈൽ നീളം, 1500 മൈൽ വീതി, 1500 മൈൽ ഉയരം. ഒറ്റ കെട്ടിടം എങ്ങനെ ഇരിക്കും? അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു കെട്ടിടം ഉണ്ടല്ലോ, എന്തോ അതിൻ്റെ പേര്? ബുർജ് ഖലീഫ. കയറാത്തവർ ഇത്തിരി കാണുമല്ലേ, പൈസ ഇല്ലാത്തതുകൊണ്ട്. വിഷമിക്കണ്ട കേട്ടോ. ഇത് കയറുന്നവരും പേടിച്ചാൽ കയറുന്നേ. മറ്റേ 1500 മൈൽ പൊക്കമുള്ള ബിൽഡിങ് എങ്ങനെ ഇരിക്കും? സ്വപ്നം കാണുന്നുണ്ടോ നിങ്ങൾ?
അതാണ് എൻ്റെ വീട്. കേട്ടാ? ഇതിന് എത്ര മൈൽ ചുറ്റളവുണ്ട്? 6000 മൈൽ ചുറ്റളവ് അല്ലേ? സ്വതന്ത്രം. എത്ര മൈൽ വിസ്തീർണമുണ്ട്? 22,50,000. പൊക്കം 1500 മൈലായതുകൊണ്ട് എത്ര വ്യാപ്തം ഇതിനകത്തുണ്ട്? 337,50,00,000. ഇതിന് അടിസ്ഥാനം ഇടാൻ എത്ര സ്ഥലം വേണം? 121,70,10,123 ഏക്കറും 97 സെൻറ്റും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഇരിക്കും ബിൽഡിങ്? പിന്നെ ഒരു 40 അടി നീളം, 30 അടി വീതി, 20 അടി ഉയരത്തിൽ ഫ്ലാറ്റുകൾ പണിതാൽ, അത്രയൊന്നും ഇന്നാരും പണിയാറില്ല. 20 അടി ഉയരത്തിലൊന്നുമില്ല. ഇതാ കണ്ടില്ലേ? 40 അടി നീളം, 30 അടി വീതി, 20 അടി ഉയരത്തിൽ ഫ്ലാറ്റുകൾ പണിതാൽ 160,80,704,33,75,000 ഫ്ലാറ്റുകൾ ഇതിനകത്ത് പണിയാം. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ആ ദിവസം എങ്ങനെ ഇരിക്കും? അവിടെ എങ്ങനെ ഉണ്ടായിരിക്കും? ഇവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ നിവൃത്തിയില്ലാത്തവർക്ക് അവിടെ പല ഫ്ലാറ്റുകൾ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെന്ന് പറ്റുമോ? ചെന്ന് പറ്റുമോ? ചെന്ന് പറ്റുമോ? ഈ കാഴ്ചപ്പാട് എത്ര പേർക്കുണ്ട്? അവിടെ ആ നഗര മതിലിൻ്റെ അടിസ്ഥാനം എത്ര രത്നങ്ങൾ? 21:18 വയറ്. സംശയിക്കുന്നു വേണ്ട ചിലരിന്ന് ആലോചിച്ചുകൊണ്ട് 12 ആണോ 11? ആ ഓ, ഈ നഗരം ഉണ്ടല്ലോ, അതിൻ്റെ പുറകിലോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ സ്വതന്ത്രം 12 രത്നങ്ങളാൽ അടിസ്ഥാനപ്പെട്ടതാണ്. നഗരം എങ്ങനെയാണ് പണിതിരിക്കുന്നത്? ഒറ്റ ബിൽഡിംഗാണ് കേട്ടോ. പടുകൂറ്റൻ സ്വർണ്ണ കൊട്ടാരം. തലേന്ന് പോകരുത് കേട്ടാ. പടുകൂറ്റൻ. ഇവിടെ വീടില്ലാത്തവരൊന്നും ഉച്ചയും കുത്തി ഒന്ന് വേദനിക്കണ്ട. കിട്ടിയാൽ കിടന്നോ, ഇല്ലെങ്കിൽ മറ്റത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചോണം കേട്ടാ. ഇവിടെ വലിയ വീട് ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒരു കട്ടിലല്ലേ നമുക്ക് കിടക്കാവുള്ളൂ. 22 കട്ടിലുണ്ട്. 22 നീ കിടക്കുമോ? സ്വതന്ത്രം. 3 നിലയിലും കൂടെ 11 മുറിയുണ്ട്. നീ എത്ര മുറി കിടക്കും? തൂത്തു വരാതെ കിടക്കുന്നല്ലേ? സ്വതന്ത്രം. പക്ഷെ ഇവിടെ ഇത് നഷ്ടപ്പെടരുത്. നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം. ഓ ഓ ഓ, എങ്ങനെ ഇരിക്കുമെന്തോ. പിന്നെ അതിൻ്റെ സ്വതന്ത്രം 21-ാം വാക്യം. അടുത്ത് ആ എല്ലാവരും ഇങ്ങോട്ട് നോക്ക്. ആ വീട്ടിലെ പോകാനുള്ള വഴി സ്വച്ഛ സ്ഫടികത്തിന് ഒത്ത തങ്കം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഭയങ്കരമായിരിക്കും കേട്ടോ. ആ സ്വച്ഛ സ്ഫടികത്തിന് ഒത്ത, ഇങ്ങോട്ട് നോക്ക്, തങ്കത്തിലാണ് നമ്മുടെ കാലിനെ പതിപ്പിക്കുന്നത്. കാലിൻ്റെ കീഴിലാണ്, കാലിൻ്റെ മേലെ അത് വരത്തില്ല. ആ ദർശനം ഇവിടെ ഉള്ളവർക്ക് ദൈവത്തിന് സ്വതന്ത്രം. ഇവിടുത്തെ ഏത് സ്വർണവും നിൻ്റെ കാലിൻ്റെ മുകളിൽ വരരുത്, കാലിൻ്റെ കീഴെ നിൽക്കണം. ആ ദർശനം വേണം. ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ 2 സ്ലിപ്പർ എടുത്ത് ഇവിടെയും തൂക്കി 2 ഷൂ എടുത്ത് ഇവിടെയും കെട്ടിയിട്ടുണ്ടെന്ന് നിന്നാൽ എങ്ങനെ ഇരിക്കും? ആ കാഴ്ചപ്പാട് വേണം. അല്ലാതെ ഇതാരോടും പറഞ്ഞെന്ന് ഏൽപ്പിക്കത്തക്ക കാര്യമല്ല. ആ കാഴ്ചപ്പാട് വേണം. കാലിൻ്റെ കീഴെ, മേലെ കയറരുത്. മനസ്സിലായ? ഇവിടെ ആളുകളെ പിടിക്കുന്ന പിടി വേണം കാണാൻ. സ്വതന്ത്രം. ആ കാഴ്ചപ്പാട് വേണം. നിന്റെ കാലിനെ അവിടെ പതിപ്പിക്കും. കാലിൽ പതിപ്പിക്കൂല, കാലിനെ അവിടെ പതിപ്പിക്കും. കാഴ്ചപ്പാട് ഉണ്ടോ? ഉണ്ടോ? വേദോസവും സത്യമാണോ? ആണോ? ആണോ? എത്ര പേർക്ക് പറയാൻ പറ്റും? ആണ്, ആണ്. നിങ്ങളെ ആവേശം കൊള്ളിപ്പിക്കാനൊന്നും അല്ല ഇതൊക്കെ പറയുന്നത്. വചനം അറിഞ്ഞിരിക്കണം. അനുസരിക്കുന്നത് നിങ്ങളുടെ കാര്യം. എനിക്കാരെയും അനുസരിപ്പിക്കാനൊന്നും പറ്റില്ല. ഇനി ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒന്നും ചെയ്യരുത് കേട്ടാ. ചിലരുണ്ട്, വല്ലവരുമൊക്കെ പറയുമ്പോൾ നിർബന്ധിച്ച് പറയുമ്പോൾ മീശ എടുക്കും. നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചിലരങ്ങ് എടുക്കും.
ചിലർ വന്ന് പിന്നെ അത് വെച്ച് പ്രവചിച്ച് പറഞ്ഞ് മണവാട്ടിക്ക് മീശയിലെന്ന് പറഞ്ഞ് വല്ല ഇതിനെ എടുക്കും. എടുത്തിട്ട് ഇവർക്കൊരു വിഷം, പിന്നെ ഓരോ അറ്റത്തൂടെ ഇളകളൊക്കെ ഇങ്ങനെയാക്കി. പിന്നെ ചിലരുണ്ട് ഇവിടെ പിന്നെ എല്ലായിടവും വെച്ച് ഇങ്ങനെ ഒരു റാ പോലെയൊക്കെ വെച്ച് വൃത്തികേടായിട്ട് വെച്ച് ആട്ടിൻ്റെ താടി പോലെയൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നതാണ്. മര്യാദയ്ക്കൊക്കെ ജീവിച്ചോണം. ഈ മോന്തയൊക്കെ നന്നായിട്ട് വച്ചേക്കണം. ദൈവം നിനക്ക് തന്ന ആരോഗ്യവും സൗന്ദര്യവും അത് നന്നായിരിക്കട്ടെ. വേണ്ടാത്ത കോപ്രാളം ഒന്നും പരസ്യങ്ങളും വല്ലവൻ്റേതും വല്ലതുമൊക്കെ നീ കെട്ടിച്ചമയ്ക്കരുത്. ദൈവത്തെ ഭയപ്പെടുക. സ്വതന്ത്രം. വിഷമമുള്ളവർക്കൊരു ഹല്ലേലൂയ പറയാം. എന്തായാലും സാരമില്ലെന്ന് വിചാരിക്കും. വിഷമിച്ചാലും കുഴപ്പമില്ല. ഞാനിന്ന് രാത്രിയൊക്കെ നമ്മളുമായിട്ട് തൽക്കാലം വരികയാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർക്കൊരു ഹല്ലേലൂയ പറയാം. ഇനി അവിടെ ചെല്ലുന്ന ദൈവമക്കൾ അവിടെ ആരെപ്പോലെ ഇരിക്കും? ഗതികെട്ടവരെ പോലെ ഇരിക്കുമോ? അവിടെ ചെന്ന് പറ്റിയാൽ അതല്ലേ അവിടെ ചെന്ന് പറ്റാനുള്ള വിഷമം. എല്ലാവരും കേൾക്കുന്നതെന്തോ? അവിടെ ചെന്ന് പറ്റിയാൽ പിന്നെ നമ്മുടെ സ്ഥിതി മാറിയില്ലേ? വെളിപ്പാട് 22:5 വായിരേ. വെളിപ്പാട് 22:5. അവിടെ രാത്രിയില്ല. ആ ആ അടുത്ത അവിടെ ആരായിരിക്കും? ഓ, രാത്രിയില്ലാത്ത ദേശമത്. അത് പാടാനും നേരം നമ്മൾ പാടിയാൽ പാടിപ്പോകുമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഓ, എങ്ങനെ ഇരിക്കും? ആരെ പോലെ ഇരിക്കുമെന്ന്? സ്തോത്രം. യേശു കർത്താവിൻ്റെ നിർമ്മല കന്യകകളായി മണവാട്ടികളായി അവനോടൊപ്പം അവിടെ ഇരിപ്പാൻ അർഹത തേടുന്ന ദൈവജനത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പഴയ നിയമത്തിലെ ഭക്തന്മാരൊക്കെ യേശുവിൻ്റെ മണവാട്ടി സ്ഥാനത്തിരിക്കാൻ അവർക്ക് അർഹതയില്ല. അവർ വിലപ്പെട്ട ഗസ്റ്റുകളായി ചുറ്റുമിരിക്കുമ്പോൾ മണവാളനോടൊപ്പം ഇരിക്കുന്നത് അവൻ്റെ മണവാട്ടിയായിരിക്കും. നിറഞ്ഞ സന്തോഷമുള്ളവർക്ക് രണ്ട് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. നമ്മുടെ കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അല്പസമയം മുമ്പോട്ട് പോയി കാണും. ഒരു 5 മിനിറ്റ് എല്ലാവരും സഹിക്കുക. നമ്മൾ ഈ ദിവസങ്ങൾ കേട്ടതായ വചനം ഏതെങ്കിലും പുസ്തകത്തിൽ പഠിച്ചതോ പഠിപ്പിച്ചതോ അല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം നമ്മോട് സംസാരിച്ചതാണ്. നിങ്ങൾക്കറിയാം, പ്രസംഗ ചാതുര്യത്താൽ ഞാൻ നിങ്ങളെ വശീകരിച്ചിട്ടില്ല. എനിക്കതിന് കഴിവില്ല. പക്ഷെ നിങ്ങൾ കേട്ടത് പച്ചവചനമാണ്. അതിനകത്ത് ഒരു കലർപ്പും ഇല്ല. മോടി പിടിപ്പിക്കലൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്നൊരു രാത്രി കേട്ട ദൂതൻ്റെ മുമ്പിൽ എനിക്ക് യേശുവിൻ്റെ മണവാട്ടിയായിത്തീരണം. എനിക്കിവിടെ എല്ലാം നഷ്ടപ്പെട്ടാലും എനിക്ക് അവിടെ എത്തണം. ഇവിടെ ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കിവിടെ പലതും ആവശ്യമുണ്ട്. നമ്മൾ ദൈവമക്കളാണെന്ന് പറഞ്ഞാലും ഈ പച്ച ശരീരത്തിന് പലതും ആവശ്യമുണ്ട്. വീട് വേണം, ജോലി വേണം, കുടുംബം വേണം, കുഞ്ഞുങ്ങൾ വേണം, പണം വേണം, എല്ലാം നമുക്ക് വേണം. പക്ഷേ ഇതൊന്നും നമ്മുടേതല്ല. ഇതൊന്നും നമ്മുടേതല്ല. നമ്മുടേത് അത് മാത്രമാണ്. ഇന്ന് രാത്രി നമ്മൾ പഠിച്ച നമുക്ക് തന്ന പ്രമാണത്തിനകത്ത് നിന്നുകൊണ്ട് ഇവിടെ എനിക്കെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും ഒന്നും കിട്ടിയില്ല എങ്കിലും, കിട്ടേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഒരുപക്ഷെ ഒരു ലാസറിനെ പോലെ ജീവിക്കേണ്ടി വന്നാലും, ചില വിഷയങ്ങൾക്കൊക്കെ ഉത്തരമില്ലാതെ ഞാൻ ഭാരപ്പെടേണ്ടി വന്നാലും ഇവിടുത്തെ അല്പായുസ് സാരമില്ല. ആ നിത്യത എനിക്ക് ലഭിക്കണം. എനിക്കത് മതി. ഇന്ന് രാത്രി എത്ര പേര് ആഴമുള്ള ആ ഒരു തീരുമാനത്തിൽ വരും? അവർക്ക് മാത്രം വലതുകരങ്ങളെ ഉയർത്തിപ്പിടിക്കാം.